അനുഗ്രഹീതമായ ഇന്ന് പകൽ കർത്താവിനെ വാഴ്ത്തുന്നു. എല്ലാവരെയും കർത്തൃനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുന്ന വിലപ്പെട്ട ദൈവഭൃത്യന്മാർ സ്റ്റേജിലും കസേരകളിലും ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് പകലത്തെ ചിന്തയ്ക്ക് ആധാരമായി ധ്യാനത്തിനായി ആദ്യം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനം വായിക്കാം. യോഹന്നാൻ 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ആ വാക്യം ശ്രദ്ധിക്കണമേ. 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവെഴുത്ത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് തുടങ്ങുന്ന ഒരധ്യായം. അത് അവസാനിക്കുന്നിടത്ത് തമ്പുരാൻ പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഈ സമാധാനത്തിൻ്റെ പ്രത്യേകത ഒരു വേദഭാഗം കൂടെ ചേർത്ത് വായിക്കുക. പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 31-ാമത്തെ വാക്യം. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് കഴിഞ്ഞപ്പോഴുള്ള സംഗതി, സഭ ആത്മീക വർധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നു. തീർന്നില്ല, അത് പെരുകി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, സമാധാനം എന്ന് പറയുന്നത് അഭിഷേകത്തിനു പകരമല്ല. അഭിഷേകം എന്ന് പറയുന്നത് സമാധാനത്തിനു പകരവുമല്ല. എന്നാൽ സമാധാനമുള്ള ഹൃദയം മാത്രമേ അഭിഷേകത്തെ സ്വീകരിക്കത്തുള്ളൂ. അഭിഷേകത്തിൽ ജ്വലിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിൻ്റെ പ്രഥമ പടി, അതിൻ്റെ അടിസ്ഥാനം സമാധാനമാണ്. ആമേൻ. യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുത്ത് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോ ആദ്യം പറയുന്നത് ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനല്ല, നിങ്ങൾക്ക് സമാധാനം. അതിന്റെ അടുത്ത വാക്യം ഇങ്ങനെ കിടക്കുന്നു, യേശു സമാധാനം ആശംസിച്ചു, ശിഷ്യന്മാർ സന്തോഷിച്ചു. സമാധാനിച്ചെന്നല്ല, നിങ്ങൾക്ക് സന്തോഷം ആശംസിച്ചു, ശിഷ്യന്മാർ സന്തോഷിച്ചല്ല. നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചു, അവർ സന്തോഷിച്ചു. തമ്പുരാൻ തൃപ്തിപ്പെട്ടില്ല. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. സന്തോഷമല്ല സമാധാനം, സമാധാനമല്ല സന്തോഷം. സമാധാനമില്ലാത്തവനും സന്തോഷിക്കാം. വീണ്ടും യേശു കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ആവർത്തിച്ച് ആശംസിക്കുന്ന സമാധാനം എപ്പോൾ ശിഷ്യന്മാരുടെ അകത്ത് നിറഞ്ഞോ, അടുത്ത വാക്യം യേശു അവരെ മുൻപോട്ട് വിളിച്ച് അവരുടെ മേൽ ഊതിയിട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ.
എപ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ യോഗ്യതയായത്? അഭിഷേകം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാനം പകരപ്പെടുന്നത് സമാധാനമുള്ള ഹൃദയത്തിലാണെങ്കിൽ, ഇന്നു പകൽ ദൈവിക അഭിഷേകത്തെ പകരുന്ന ദൈവത്തിന് ഇഷ്ടമുള്ള പാത്രം സമാധാനമുള്ള ഹൃദയമാണ്. ആമേൻ. അഭിഷേകം ഈ ശരീരത്തിന് വേണ്ടി മാത്രമല്ല, അത് ശ്രദ്ധിക്കണം. അഭിഷേകം എന്ന് പറയുന്നത് ഈ ശരീരത്തിന് വേണ്ടി മാത്രമല്ല. അഭിഷേകം ആദ്യം കത്തി ജ്വലിച്ചു വരേണ്ടത് ആമേൻ ഉള്ളത്തിലാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വളരെ ശാന്തമായും ഗൗരവമായും ഈ തിരുവെഴുത്തിനെ ഇന്ന് പകൽ ധ്യാനിക്കാൻ ആത്മാവിൽ ഒരുമിച്ച് നിൽക്കണം. ഇത്രയും വാക്യങ്ങൾ ഇന്ന് പകൽ നാം ചിന്തിച്ചത് സമാധാനം എന്ന് പറയുന്ന ദൂതിന്റെ പ്രത്യേകത തിരിച്ചറിയാനാണ്. അവൻ അവരുടെ മേൽ ഊതി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ ജീവനാണ്. ഇവന്റെ അകത്തേക്ക് വ്യാപരിക്കേണ്ടുന്ന ജീവൻ, ആ ജീവനകത്ത് തുടിച്ചു തുടങ്ങണമെങ്കിൽ ആദ്യം അതിന്റെ ഫൗണ്ടേഷൻ വീഴണം. അതാ സമാധാനം. ആദ്യം സമാധാനം, പിന്നെ ജീവൻ, അത് കഴിഞ്ഞ് അവന്റെ ശക്തി. മൂന്നാമത്തെ പടിയിലേക്ക് നാം കയറി വരുമ്പോഴാണ് ദേശങ്ങളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ, അധികാരങ്ങളുടെ മേൽ, വാഴ്ചകളുടെ മേൽ, പ്രഭുത്വങ്ങളുടെ മേൽ, കർത്തൃത്വങ്ങളുടെ മേൽ, നിലവിലുള്ള നാമങ്ങൾ, ഇനി അവതരിക്കാനിരിക്കുന്ന നാമങ്ങൾ, സകലത്തിന്റെ മേലും അധികാരമുള്ളൊരു ദൈവ പൈതലായി നീ മാറുന്നത്. ഇന്ന് പകലും ആത്മാവിന് ആഗ്രഹമുണ്ട് ദൈവിക അധികാരം അതിന്റെ ശക്തിയിൽ കൈകാര്യം ചെയ്യുന്ന ചിലതിനെ ഇതിനകത്തു നിന്ന് എഴുന്നേൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഉള്ളം ഇന്ന് പകൽ തുറന്നു വരണം. ദൈവിക സമാധാനം നിറയപ്പെടുന്ന ഒരു പാത്രം അകത്ത് ഉരുവാകണം. അതിന്റെ മേലാണ് പരിശുദ്ധാത്മ ജീവൻ വ്യാപരിക്കുന്നത്. അതിനപ്പുറമാണ് പരിശുദ്ധാത്മ ശക്തി അഥവാ അഭിഷേകം. ആമേൻ. യേശു കർത്താവിന്റെ ജനനത്തിലേക്ക് പോകണം. ഇനി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട കാര്യമായി കരുതാതെ വേഷത്തിൽ മനുഷ്യനായി ദാസന്റെ രൂപമെടുത്ത് അവൻ കാലിത്തൊഴുത്തിയിൽ പിള്ളക്കച്ചയിൽ ആമേൻ പിറക്കാൻ തുടങ്ങുകയാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കേണ്ട കാര്യമായി കരുതിയില്ല. അവൻ അതിനേക്കാൾ ദാസന്റെ രൂപമെടുക്കാൻ തയ്യാറായി. ഒരു പ്രയാസമില്ലായിരുന്നു, ഒരു പരാതിയില്ലായിരുന്നു. ഗെത്സമനിൽ ശരീരം മുഴുവനും അതിന്റെ രോമകൂപങ്ങളിലൂടെ രക്തം പുറത്തു വന്നപ്പോൾ ആ യേശു എന്ന് പറയുന്ന എനിക്കും നിങ്ങൾക്കും തുല്യനായ മനുഷ്യൻ അനുഭവിച്ച മാനസിക വ്യഥ, ആമേൻ, ദൈവത്തോടുള്ള സമത്വത്തിലിരുന്നവൻ മനുഷ്യനായി പിറക്കാൻ തീരുമാനിച്ചെന്ന് പറയുമ്പോൾ ഗെത്സമനിലെ വ്യഥയല്ല. നിങ്ങൾക്ക് കടഭാരമില്ലേ? നിങ്ങൾക്ക് രോഗമില്ലേ? നിങ്ങൾക്ക് പ്രശ്നമില്ലേ? അതിനേക്കാൾ കൂടുതൽ നമ്മളെ ഉലയ്ക്കുന്നത് എന്താ? ഇന്ന് നിങ്ങൾ പാർക്കുന്ന ആമേൻ സൊസൈറ്റിയിൽ, നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ നിങ്ങൾക്കുള്ള വിലയും നിലയും വ്യക്തിത്വവും ആമേൻ പദവിയും നഷ്ടപ്പെട്ട ഒരു നേരമെങ്കിലും വിലയില്ലാത്തവനായി, വ്യക്തിത്വമില്ലാത്തവനായി, അഭിമാനമില്ലാത്തവനായി നാം പാർക്കുന്ന ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയാത്തവരാ നമ്മൾ. തമ്പുരാനോട് നമ്മൾ പറയും, കർത്താവേ, അഭിമാനം നഷ്ടപ്പെട്ട് ഒരു നിമിഷം പോലും ജീവിക്കുന്നതിനേക്കാൾ അതിനു മുൻപേ എടുക്കപ്പെടാൻ ആഗ്രഹിക്കുകയാ ഞാൻ. നിലവിലുള്ള വ്യക്തിത്വം നഷ്ടപ്പെട്ടവനായി ജീവിക്കാൻ എനിക്ക് കഴിയത്തില്ല. എന്നാൽ പ്രിയരെ, ദൈവത്തോടുള്ള സമത്വം മുറുകെ
പിടിക്കേണ്ട കാര്യമായി കരുതിയില്ല. മഹത്വത്തിൽ വസിച്ചവൻ, പ്രകാശത്തിൽ വസിച്ചവൻ, നമുക്ക് നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന കൂടിയാലോചന നടക്കുമ്പോൾ കൂടിയാലോചന സഭയിൽ ഒരാളായി ഇരുന്നവൻ, ആമേ, ലോകസ്ഥാപനത്തിനു മുൻപേ എനിക്ക് അങ്ങയിലുണ്ടായിരുന്ന മഹത്വം എന്ന് പറഞ്ഞവൻ, ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞവൻ, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടെന്ന് പറഞ്ഞവൻ, എന്നെ അറിഞ്ഞവൻ പിതാവിനെ അറിഞ്ഞെന്ന് പറഞ്ഞവൻ, എന്നെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞവൻ, ആ പദവി വിടുമ്പോ ഒരു ടെൻഷനുമില്ല. പ്രൈസ് ദി ലോർഡ്. നേരെ കാലിത്തൊഴുത്തിലേക്ക് വരുമ്പോ ദൂതഗണങ്ങൾ, കോടാനുകോടി ദൂതഗണങ്ങൾ, ആമേൻ, സ്വർഗത്തിലെ പ്രകാശത്തിന്റെ രശ്മികൾ അടിച്ചു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ചിറകടിച്ച് ഉച്ചത്തിൽ പാട്ടുപാടി ലോകത്തെ കേൾപ്പിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക്. ശ്രദ്ധിച്ചാ പദം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. എന്താ അതിന്റെ സന്ദേശം? ഭൂമിയുടെ പരപ്പിൽ സമാധാനം ഇന്ന് പകൽ വ്യാപരിച്ചാൽ അത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമായിരിക്കും. കൊല്ലം പട്ടണത്തിൽ അതിശക്തമായ ആരാധന വെളിപ്പെട്ട് ദൈവത്തിന് മഹത്വം കത്തിജ്വലിക്കുന്നതെപ്പോൾ എന്നിലും നിങ്ങളിലും ഇന്ന് പകൽ ദൈവിക സമാധാനം അതിന്റെ തികവിൽ വെളിപ്പെട്ടാൽ ഇന്ന് പകൽ ഈ പട്ടണം ദൈവത്തിന്റെ മഹത്വത്താൽ നിറയപ്പെടാൻ പോകുകയാണ്. നിന്റെ ഭവനത്തിനകത്ത് ദൈവമഹത്വം ഇന്ന് പകൽ ഇറങ്ങി വരണമോ? നിന്റെ ഉള്ളത്തിൽ സമാധാനം വ്യാപരിക്കട്ടെ. ആ സമാധാനത്തിൽ നിന്ന് ജീവനിലേക്ക്, ജീവനിൽ നിന്ന് ശക്തിയിലേക്ക് പോകുമ്പോൾ ഞാനല്ല പാട്ടുപാടുന്നത്. ദൈവിക സമാധാനം മനുഷ്യനായി പിറക്കുന്ന എൻ്റെ അകത്ത് ചലിച്ചു തുടങ്ങുമ്പോൾ ദൂതന്മാരുടെ ചിറകിന്ന് പകൽ ആഞ്ഞു വീശി അവർ വിളിച്ചു പറയും, ഭൂമിയിൽ സമാധാനം വ്യാപരിക്കുന്നു, അവന്റെ ഉള്ളത്തിൽ സമാധാനം വ്യാപരിക്കുന്നു. ദേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഒരു ഹാല പറയാൻ കഴിയുമോ? ഈ വാക്യങ്ങളെല്ലാം തുടർച്ചയായി ഒരു ചെങ്ങല പോലെ കൊളുത്തി കൊളുത്തി ചിന്തിച്ച് സമാധാനം എന്ന് പറയുന്നത് അതിശക്തമായ വാഗ്ദത്തമാണ്. പ്രതിസന്ധികളിൽ നീ കുലുങ്ങാതിരിക്കണമെങ്കിൽ, പ്രതികൂലങ്ങളിൽ നീ പിടിച്ചു നിൽക്കണമെങ്കിൽ, എതിരുകളെ ശാസിക്കാൻ അധികാരമുണ്ടാകണമെങ്കിൽ, പ്രശ്നങ്ങൾ പ്രശ്നങ്ങളല്ല എന്ന് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ, ഈ പ്രതിസന്ധി സാരമില്ല എന്ന് പറയാൻ കഴിയണമെങ്കിൽ, വാഗ്ദത്തങ്ങളിൽ ഉറയ്ക്കാൻ കഴിയണമെങ്കിൽ, ലക്ഷണങ്ങളല്ല എനിക്ക് പ്രശ്നം, വാഗ്ദത്തങ്ങളാ പ്രശ്നമെന്ന് ചിന്തിക്കാൻ കഴിയണമെങ്കിൽ ഇന്ന് പകല ഫൗണ്ടേഷൻ നിന്റെ അകത്ത് വീഴണം. അതത്രേ സമാധാനം. മോശേ, ലക്ഷണങ്ങൾ എതിരാ, സാഹചര്യങ്ങൾ എതിരാ, ചെങ്കടൽ എതിരാ, ജനം എതിരാ, പക്ഷേ അനുകൂലമായി ഒരു വാഗ്ദത്തമുണ്ട്. ലക്ഷണങ്ങൾ നിനക്കെതിരാ, വാഗ്ദത്തമേൻ, സാഹചര്യങ്ങൾ നിനക്കെതിരാ, പക്ഷേ നിനക്ക് അനുകൂലമായി ഒരു വാഗ്ദത്തമുണ്ട്. മോശയാമേൻ പറയണമെങ്കിൽ അവന്റെ ഉള്ളത്തിൽ സമാധാനം വെളിപ്പെട്ടു വരണം. ഏലിയാവേ, ലക്ഷണങ്ങളെതിരാ, സാഹചര്യങ്ങളെതിരാ, പക്ഷെ സാഹചര്യങ്ങളും ലക്ഷണങ്ങളും എതിരായി നിൽക്കുമ്പോഴും വാഗ്ദത്തം നിനക്ക് അനുകൂലമാണ്. അബ്രഹാമേ, ലക്ഷണങ്ങളെതിരാ, സാഹചര്യങ്ങളെതിരാ, പക്ഷെ വാഗ്ദത്തം എതിരല്ല, വാഗ്ദത്തം അനുകൂലമാ. ഇന്ന് പകലും തെരഞ്ഞെടുപ്പുള്ള ജനം തിരിച്ചറിയ, ലക്ഷണങ്ങൾ നമുക്കെതിരാണ് പ്രിയരെ, സാഹചര്യങ്ങൾ നമുക്കെതിരാണ് പ്രിയരെ, കാണുന്നത് നമുക്കെതിരാ പ്രിയരെ, പക്ഷെ കേട്ട വാഗ്ദത്തം നമുക്ക് അനുകൂലമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഈ പിള്ളക്കച്ചയിൽ കിടക്കുന്ന ഈ ശിശു തകരപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ്. ഇല്ലായ്മയുടെ നടുവിൽ അപ്പം വർദ്ധിപ്പിച്ച് ആർക്ക് കൊടുത്തോ ആ ജനത്തിന്റെ കയ്യിൽ നിന്ന് കല്ലേറേറ്റ് തകരപ്പെടാൻ ഒരു ജന്മം. ആരെ ചേർത്ത് പിടിച്ച് ചുംബിച്ചോ അവൻ തന്നെ ഒറ്റിക്കൊടുക്കുന്നത് അനുഭവിക്കാൻ ഒരു ജന്മം. വെളിപ്പാട് ആർക്ക് കൊടുത്ത് ആരെ മറുരൂപമലയിൽ കൊണ്ടുപോയോ, ആരോട് ചേർന്ന് ഗത്സമനിൽ ഇരുന്നോ അവൻ തന്നെ ഞാൻ അറിയത്തില്ല എന്ന് പറയുന്നത് കേൾക്കാൻ ഒരു ജന്മം.
അവോളം സ്നേഹിച്ചും അനുഗ്രഹിച്ചും ആശ്വസിപ്പിച്ചും സൗഖ്യമാക്കിയും കൊണ്ടു നടന്ന ഒരു ജനം, ഇപ്പുറത്ത് ആ ജനം എന്നും ഭയപ്പെട്ടൊരു ബറാബാസിന്റെ പ്രവൃത്തിയാൽ വേദനിച്ചവനും ആശ്വസിക്കാൻ അരുമനാഥൻ വേണമായിരുന്നു. ഏറ്റവും അവസാനം രണ്ടുപേരെ നിർത്തിച്ചോദിക്കുന്ന, ആരെയാ വേണ്ടുന്നത്? ജനം വളരെ എളുപ്പത്തിൽ ലാഘവത്തോടെ വിളിച്ചു പറഞ്ഞു, ഇവനെ വേണ്ട, ഞങ്ങൾക്ക് ബറാബാസിനെ മതി. ഇത് കേൾക്കാൻ ഒരു ജന്മം, അവഗണനയ്ക്ക് വേണ്ടിയും തകർക്കപ്പെടലിന് വേണ്ടിയും മാത്രം ഒരു ജന്മം. പക്ഷേ ആ ജന്മം ഇങ്ങനെ കൈകാലിട്ടടിക്കുമ്പോ ദൂതന്മാർ പറയുന്നു, ഇത് സമാധാനത്തിന്റെ കയ്യടിയായത്. ഇതെല്ലാം അറിഞ്ഞിട്ടും വിലപിച്ചുള്ള പ്രയാസപ്പെട്ടുള്ള വിറയലല്ല ഈ കുഞ്ഞിൽ നിന്ന് പുറത്തു വരുന്നത്, ഇത് സമാധാനത്തിന്റെ കയ്യടിയാ. ഇന്ന് പകലെല്ലാം എതിരാ, പക്ഷേ സമാധാനത്തിന്റെ ചലനം നിന്നിൽ വെളിപ്പെട്ടാൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൂതന്റെ ചിറക് ചലിക്കും. അവിടെയാ ദൈവമഹത്വം കത്തുന്നത്. ഇന്ന് പകൽ നിരാശ ബാധിച്ച ഉള്ളങ്ങളെ സൗഖ്യമാക്കുന്ന യേശുവിന്റെ സമാധാനം ഇതിന്റെ അകത്ത് കൽപ്പിക്കുകയാ. ആമേൻ. അവിടെ കൊണ്ടും തീരുന്നില്ല. നിങ്ങൾക്ക് ഞാൻ എന്റെ സമാധാനം തന്നിട്ട് പോകുകയാ. അത് ലോകം തരുന്നത് പോലെയല്ല, അതെന്റെ സമാധാനമാണ്. ലോകം തരുന്നത് പോലെ അല്ല. അപ്പൊ രണ്ട് സമാധാനമുണ്ട്. ഒന്ന് ലോകം തരുന്ന ലോകത്തിന്റെ സമാധാനം, രണ്ട് യേശു തരുന്ന എൻ്റെ സമാധാനം. യേശുവിൽ വ്യാപരിക്കുന്നത് യേശുവിന്റെ സമാധാനമാണ്. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് തീർത്തൊരു കാര്യം പറഞ്ഞു, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നിൽ ഒരു കാര്യവുമില്ല. കാരണം അവൻ്റെ ഗോഡൗണിനകത്തുള്ളതൊന്നും, അവൻ്റെ അവകാശമായതൊന്നും, അവൻ്റെ പ്രോഡക്റ്റായതൊന്നും എന്നിലില്ല. എന്നിൽ ലോകത്തിൻ്റെ സമാധാനമാ വ്യാപരിക്കുന്നതെങ്കിൽ വരുന്ന ലോകത്തിൻ്റെ പ്രഭുവിന് എന്നിൽ കാര്യമുണ്ട്. എന്നാൽ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, ഞാൻ തീർത്ത് പറയുകയാ, ഒരു കാര്യവുമില്ല. ഇന്ന് പകൽ പോരാട്ടമുണ്ട്, എന്നിൽ ഒരു കാര്യവുമില്ലെന്ന് പറയാൻ പറ്റണം. ബന്ധനമുണ്ട്, പക്ഷേ എന്നിൽ ഒരു കാര്യവുമില്ല. അപ്പുറത്തതിന് പണികൾ നടക്കുന്നുണ്ട്, പക്ഷെ ഒരു കാര്യവുമില്ല. വെള്ളക്കെട്ടിന്റെ നടുവിലിരുന്ന് അവൻ തീ കത്തിക്കുന്നുണ്ട്, പക്ഷെ ഇന്ന് പകൽ അഭിഷിക്കാൻ സമാധാനമുള്ളവൻ തീർത്തു പറയും, ഒരു കാര്യമില്ല. ആമേൻ. ലോകത്തിന്റെ പ്രഭു വരുന്നു, ഒരു കാര്യവുമില്ല. ഓരോ ദിവസവും നടക്കുന്ന മുഴുവൻ ശുശ്രൂഷകളുടെ റിപ്പോർട്ടും ചെല്ലേണ്ടടത്ത് ചെല്ലുന്നുണ്ടെന്ന് തിരിച്ചറിയണം. അതിനനുസരിച്ച് കരുക്കൾ നീങ്ങുന്നുണ്ടെന്ന് തിരിച്ചറിയണം. എന്നാൽ ഇന്ന് പകൽ അധികാരത്തോടെ വിളിച്ചു പറയുന്നു, ഒരു കാര്യവുമില്ല. നിന്റെ പ്രോഡക്റ്റ് ഒന്നും ഞങ്ങളിലില്ല, ഇന്നുള്ളത് കൂടെ എടുത്തു ഞങ്ങൾ കളയും. അതുകൊണ്ട് ലോകത്തിന്റെ പ്രഭു ഞങ്ങൾക്ക് തീർത്തു പറയും, നിനക്കൊരു കാര്യവുമില്ല. ആമേൻ. അവിടെയാ ഭയം തകരുന്നത്, അവിടെയാ നിരാശ മാറുന്നത്, അവിടെയാ ഉത്കണ്ഠ മാറുന്നത്, അവിടെയാ വേദന മാറുന്നത്, അവിടെയാ നാളെക്കുറിച്ചുള്ള ആകുലതകൾ മാറുന്നത്, അവിടെയാ ദൈവമഹത്വം ദർശിക്കുന്നത്, അവിടെ അഭിഷേകം കത്തുന്നത്. നീണ്ട ദിനരാത്രങ്ങൾ ഇരുന്നിട്ടൊന്നും ലഭിച്ചില്ലെന്ന് ചിലർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഇന്ന് പകലതിനെ തിരുത്തുന്ന ദൈവാത്മാവ്. ആ ഉറങ്ങുന്ന പ്രിയപ്പെട്ടവരെല്ലാം എഴുന്നേറ്റ് പതുക്കെ പുറകോട്ട് പോയി ഒരു ഓട്ടോ വിളിച്ചങ്ങ് വീട്ടിൽ പോയി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, ഒരിക്കലൂടെ. ശരിയായിട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഇല്ല, ഒന്നുകൂടെ പറയണം. ആ, ക്ലിയറായി. ദയവ് ചെയ്ത് ആ പുറകോട്ട് പോയി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ പോയി കിടന്നങ്ങ് ഉറങ്ങ, വൈകിട്ട് വന്നാൽ മതി.
ആമേൻ. ദൈവവചനം അകത്ത് കയറാതെ തുള്ളാൻ മാത്രം നിന്നാൽ നിന്റെ ഉലകത്തിൽ നീ വിടുവിക്കപ്പെടത്തില്ല. സ്തോത്രം. വിജയഞ്ചൽ അങ്ങോട്ട് പ്രസംഗിച്ചിട്ട് ഏറ്റവും അവസാനം വിടുതലെടുക്കാൻ ഒരു ആരാധന ഇല്ല. നീ വചനം തിന്നണം, എന്നാലേ ആ കെട്ട് പൊട്ടത്തുള്ളൂ. ഇത് വചനം തുറക്കുമ്പം തൂങ്ങാൻ തുടങ്ങും, വചനം അടയ്ക്കുമ്പം തുള്ളാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. മാന്യ സുഹൃത്തെ, വീട്ടിൽ പോ. ഈ പടലി ഓടിച്ച് ഈ സ്പോണ്ടിലോസിസ് വരുത്താതെ സുഖമായ പില്ലോ എടുത്ത് വെച്ചുറങ്ങാൻ. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ഒരമ്മ എടുക്കുന്നത് പോലെ ഉള്ളം വേദനിച്ചിട്ട് ആമേൻ എടുത്തോണ്ട് വരുന്ന ഒരു ദൂത. അത് ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിച്ച വേദനയുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല. ഞാൻ കഴിഞ്ഞ 2 വർഷം പോയി ശുശ്രൂഷിച്ചതിന്റെ റിപ്പോർട്ട് പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഇന്നലെ പോയപ്പോൾ വലിയ കാര്യം നടന്നെന്ന് പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് നിന്നോട് പറയാൻ ഒരു ദൂതുണ്ട് എൻ്റെ അകത്ത്. പ്രാർത്ഥനാമുറിയിൽ ആത്മാവന്റെ ഉള്ളത്തിൽ ആമേൻ കത്തിച്ചൊരു ദൂത് നിന്റെ കുടുംബത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് നിന്നെ പുറത്തെടുക്കാൻ അധികാരത്തോടെ എന്നെ ഏൽപ്പിച്ച ഒരു ദൂതാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഹല്ലേലൂയ. ആ സമയത്ത് എന്റെ ഉള്ളം ക്ഷീണിപ്പിക്കുന്നതൊന്നും ഇതിനകത്ത് വെളിപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിനക്ക് നിർബന്ധമില്ലായിരിക്കാം, എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ അകത്ത് കത്തുന്ന കത്തൽ അത് അണയത്തക്ക ഒന്നും ഇതിനകത്ത് വെളിപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവിക അധികാരമാണ്. ഹല്ലേലൂയ. നാളെ രാവിലെ വരെ ഞാൻ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. സ്തോത്രം. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പരാതിയും പറയത്തില്ല. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വെളുപ്പിനെ വരെ ഈ തറയിലിരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ നീ എന്നോട് കൂടെ ദൈവവചനത്തെ ധ്യാനിക്കണം. എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടി സ്തോത്രം പറയണ്ട, പക്ഷേ ആ വചനത്തിന്റെ മുൻപിൽ വചനത്തിന് കൊടുക്കേണ്ട മാന്യത കൊടുത്തിരിക്കണം. സ്തോത്രം. പാരമ്പര്യമൊന്നും ഇവിടെ വിഷയമല്ല. നീ കുക്കു സാഹിബ് വന്നപ്പോ മതിൽ കെട്ടിക്കൊടുത്തവനാണോ മൈക്ക് വെച്ച് കെട്ടിക്കൊടുത്തവനാ, അതൊന്നും ദൈവത്തിന് അറിയണ്ട. സ്തോത്രം. വചനം വചനമാ. ഞാൻ ആരെയാ കടാക്ഷിക്കുന്നത്? എന്റെ വചനത്തിന്റെ മുൻപിൽ ഭയത്തോടും വിറയലോടും ഇരിക്കുന്നവനെ അത്രേ ഞാൻ കടാക്ഷിക്കുന്നത്. അവൻ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. എന്റെ വചനം ആത്മാവും ജീവനും നിറഞ്ഞത്. ഹല്ലേലൂയ. എല്ലാം എതിരായ സാഹചര്യത്തിന് നടുവിലും സമാധാനത്തിന്റെ ചലനമാ ശിശുവിൽ വെളിപ്പെട്ടെങ്കിൽ അതിന്റെ രഹസ്യമാണ് ഇന്ന് പകൽ അറിയേണ്ടത്. യേശുവേ, അങ്ങ് സകലത്തെയും ജയിച്ചവനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അധികാരങ്ങൾ അങ്ങയോട് എതിർത്തു, വാഴ്ചകൾ എതിർത്തു, പ്രഭുത്വങ്ങൾ എതിർത്തു, ദേശത്തിന്റെ ശക്തികൾ എതിർത്തു. ആമേൻ. കൂടെ നടന്നവൻ എതിർത്തു. ആമേൻ. അങ്ങയിൽ നിന്ന് ആശ്വാസം കൈക്കൊണ്ടവൻ എതിർത്തു. ആമേൻ. മതം എതിർത്തു, ലോകം എതിർത്തു, സാത്താൻ എതിർത്തു, അധികാരങ്ങൾ എതിർത്തു. പക്ഷെ അങ്ങ് ജയിച്ചു. അങ്ങ് ജയിച്ചു. എന്നിട്ട് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടത ഉണ്ടെന്നല്ല, കഷ്ടമുണ്ട്. എങ്കിലും ധൈര്യപ്പെടുവിൻ. ആ കഷ്ടം തരുന്ന ലോകത്തെ ജയിച്ചവനാ ഞാൻ. കഷ്ടം തരുന്ന ലോകത്തെ ജയിച്ചതിന്റെ രഹസ്യം ലോകം തരുന്ന സമാധാനമില്ലായിരുന്നു എന്നിൽ. എന്റെ സമാധാനം അകത്ത് കത്തിയപ്പോ ഞാൻ ലോകത്തെ ജയിച്ചു. പക്ഷെ നിങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നു, നിങ്ങൾ ഇനി ലോകത്തെ ജയിക്കണ്ട. ഞാൻ ജയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ലോകത്തെ കീഴ്മേൽ മറിക്കണം.
അപ്പൻ ജയിച്ചിട്ട് പോയിട്ടുണ്ട്, പിള്ളേരതിനെ കീഴ്മേലങ്ങ് മറിച്ചാ മതി. അതാ തമ്പുരാൻ പറഞ്ഞത്, ഞാൻ ലോകത്തെ ജയിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ വരും. കാത്തിരുന്ന് ആത്മശക്തി പ്രാപിക്കുന്ന എന്റെ പിള്ളേരെഴുന്നേറ്റ് വരും. അവര് ജയിക്കുന്നതല്ല, അവരതിനെ കീഴ്മേൽ മറിക്കാനാ വരുന്നത്. ഇന്ന് പകൽ കഷ്ടം വരുന്ന ലോകത്തെ കീഴ്മേൽ മറിക്കത്തക്ക തരത്തിൽ ദൈവിക സമാധാനവും അതിന്റെ അഭിഷേകവും ഇന്ന് പകൽ കൈമാറുവാൻ ആത്മാവ് ആഗ്രഹിക്കുകയാ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ചേർന്ന് 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 എല്ലാ കരങ്ങളും ചലിക്കണം, എല്ലാ കരങ്ങളും ചലിക്കട്ടെ, എല്ലാ കരങ്ങളും. അടകദുരജനതല ഘടക മനകദുരജനതല ഘടക മനകതല ഘടക ലഗതല ഘടകസി അനകദുരജനതല ഘടക മനകദുരജനതല ഘടക മനകജലതല ഘടക തരകസി ആരഗതന ഋഗത്തരജനതല ഘടക മനകത്തുരിജനതൽ കർമ്മവേദ മനഘടക ക്ഷീരഗതലെ. യേശുവിന്റെ നാമത്തിൽ അധികാരത്തിൽ ലോകത്തെ ജയിക്കുന്ന ദൈവിക സമാധാനം ഞങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുന്നത് ഓർത്ത് ദൈവമേ ഞങ്ങളങ്ങ് വാഴ്ത്തുകയാ. എല്ലാ നൈരാശ്യങ്ങളും മാറട്ടെ, എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ, എല്ലാ തളർച്ചകളും മാറട്ടെ, എല്ലാ മടുപ്പും മാറട്ടെ, എല്ലാ നൈരാശ്യവും മാറട്ടെ. മനകദുരജനതല ഘടക ഋഗന്ധന ഋഗധന ഘടക ലഗക്ഷരാധന ഘടക ഋഗന്ധുനരഗതല ഘടക മനകത്തുരിധനതല ഘടക ഋഗംശമനഗതന ഘടക വൗഢി വിരിഗിതിനി ഘടകസിയ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആ ശിശുവിന്റെ തുടക്കം സമാധാനത്താല. അടുത്ത വാക്യം പൈതൽ വളർന്നു. അടുത്ത വാക്യം ജ്ഞാനം നിറഞ്ഞു. അടുത്ത വാക്യം ആത്മാവിൽ ബലപ്പെട്ടു. സമാധാനമുള്ള പൈതൽ വളർന്നു. വളരുന്നതിനനുസരിച്ച് ജ്ഞാനം നിറഞ്ഞുകൊണ്ടിരുന്നു. എന്തുവാ ഈ ജ്ഞാനം? നേരിടേണ്ടി വരുന്ന സകല പ്രതികൂലങ്ങളുടെ ലിസ്റ്റും അതിൻ്റെ സമയവും നിറഞ്ഞ ജ്ഞാനം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന സമയത്ത്, ഇന്ന നേരത്ത്, ഇന്ന വ്യക്തിയാൽ ഇന്ന പ്രതികൂലങ്ങൾ നിനക്ക് സംഭവിക്കുമെന്നും ഇന്ന സമയത്ത് ഇന്നടത്ത് ഇന്ന കാര്യം ചെയ്യണമെന്നും ആമേൻ അതിൻ്റെ വിടുതൽ ഇന്ന സമയത്ത് ഇന്നതുപോലെ വെളിപ്പെടുമെന്നും ആ നിറവ് ആമേൻ പകർന്നു കിട്ടിയപ്പോൾ തനിക്ക് ലഭിച്ച ജ്ഞാനത്തിൻ്റെ നിറവിൽ തനിക്ക് എന്തൊക്കെ മുന്നറിയിപ്പുകൾ കിട്ടിയോ ആ പ്രതികൂലങ്ങളെ ജയിക്കത്തക്ക തരത്തിൽ അവൻ ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടിരുന്നു. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ 33.5 വർഷവും നോക്കിക്കേ, ഓരോരോ സമയത്തും അവന് കൃത്യതയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാനായിൽ കല്യാണ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞപ്പോഴും പറഞ്ഞത്, നാഴിക വന്നിട്ടില്ല. അത്ഭുതം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നാഴിക വന്നിട്ടില്ല. ലാസർ മരിച്ചെന്ന ദൂത് കേട്ടപ്പോഴും തമ്പുരാൻ പറഞ്ഞു, ആമേൻ അവൻ ലാസർ അവൻ ഉറങ്ങുന്നു, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിലും എന്ന് പറഞ്ഞു വീണ്ടും തമ്പുരാൻ അവിടെ തന്നെ നിൽക്കുകയാ. കാരണം തമ്പുരാൻ അറിയാം അതിൻ്റെ നാഴികയുണ്ട്, അതിൻ്റെ ചാർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടി? ഞാൻ ജ്ഞാനം നിറഞ്ഞവനാ. ഗത്സമേന്റെ അകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ട് ഒരു സമയം കഴിഞ്ഞ് തമ്പുരാൻ പുറത്തു വന്നിട്ട് ശീമോനോട് പറഞ്ഞു, ശീമോനെ എഴുന്നേൽക്കടാ, പോകാം, പുറത്ത് പടയാളികൾ എന്നെ ബന്ധിക്കാൻ കാത്തിരിക്കുന്നു. എങ്ങനെ മനസ്സിലായി? നിറഞ്ഞ ജ്ഞാനം അത് വെളിപ്പെടുത്തി കൊടുത്തു. ആമേൻ. എന്നിട്ടും എങ്ങനെ പുറത്തേക്ക് വരാൻ കഴിഞ്ഞു? ജ്ഞാനം വെളിപ്പെടുത്തി കൊടുത്ത പ്രതികൂലത്തെ ജയിക്കത്തക്ക തരത്തിൽ അവൻ അകത്തിരുന്ന് ആത്മാവിൽ ബലപ്പെട്ടിരുന്നു. അതുകൊണ്ട് അതിരുവഴുത്ത് പറഞ്ഞത്, ഗത്സമനിൽ ഇരുന്നു പ്രാർത്ഥിച്ചു.
ഒരു ദൂതൻ ഇറങ്ങി അവനെ ശക്തിപ്പെടുത്തി. അവൻ പറഞ്ഞു, എഴുന്നേൽക്ക്, പുറത്തേക്ക് പോകാം. ഇന്ന് പകലും നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിന്റെ സമയവും അതിന്റെ നാഴികയും അതിന്റെ വിനാഴികയും നിനക്ക് വെളിപ്പെടുത്തിയിട്ട് അതിനെ ജയിക്കാനുള്ള ആത്മബലം തന്ന് നിന്നെ പുറത്തു കൊണ്ടുപോകാൻ ഇന്ന് പകൽ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. അതുകൊണ്ട് എന്റെ പ്രിയരെ, ക്രിസ്തീയ ജീവിതത്തിൽ വന്നതുകൊണ്ട് സന്തോഷത്തോടെ നന്ദി പറയണം. ലവനിരുന്ന് അന്നേരം നിരത്തിയിട്ട് നാളത്തെ കാര്യം പറയുന്നത് പോലല്ല. നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ ചരിത്രവും വെളിപ്പെടുത്തുന്ന ജ്ഞാനത്തിന്റെ നിറവ് നിനക്ക് പകരാൻ, നീ ചെയ്യാനിരിക്കുന്ന മിനിസ്ട്രിയെ കുറിച്ചുള്ള തേജസ്സിന്റെ ദൃശ്യം നിന്നെ കാണിക്കാൻ, നിന്റെ സഭയിൽ വെളിപ്പെട്ടു വരുന്ന വിടുതലുകൾ, നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള ദൂത് അത് ലോകത്തൊരുത്തനും അറിയത്തില്ല. കാരണം ലോകത്തിന്റെ സകല അന്തരീക്ഷങ്ങളുടെ മുകളിലിരുന്ന് നോക്കുന്നവനെ അതറിയത്തുള്ളൂ. അത് നോക്കാൻ ഒരുത്തനെ കഴിയത്തുള്ളൂ. പരമാധികാരിയായ ഞാനും നീയും സേവിക്കുന്ന, ഞാനും നീയും സ്നേഹിക്കുന്ന, ഞാനും നീയും ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും മുകളിലത്തെ തട്ടിലാ നാഥൻ. നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുകയല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ തലയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കാണുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാനാ. കാരണം നിങ്ങളെക്കാൾ ഉയരത്തിലാണ് ഞാൻ. അങ്ങനെങ്കിൽ ആകാശമണ്ഡലത്തിൽ ഉയർന്ന് പറക്കുന്ന സകല ഫ്ലൈറ്റുകളുടെ മുകളിലും ആമേൻ ഉന്നതങ്ങളിൽ ഇരിക്കുന്നൊരു ദൈവം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഉന്നതൻ, ഉയർന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഈ തമ്പുരാൻ കാണുന്ന പ്ലാനുകൾ അവനറിയാം. ഇന്നത് ഇന്നത് ഇന്നത്. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റായി വരുന്നത് ജ്ഞാനത്തിൻ്റെ നിറവിൽ. ആമേൻ. സമാധാനമുള്ളവൻ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരെന്നു വരെ അവൻ മുന്നമേ അറിഞ്ഞിരുന്നു. മുന്നമേ. ഈ ജ്ഞാനത്തിൻ്റെ നിറവുള്ളൊരു ദൈവഭൃത്യൻ ഒരു സഭയിൽ എഴുന്നേറ്റാൽ അവൻ്റെ സഭയ്ക്കകത്ത് അതിവിദൂര കാലത്ത് വരെ നടക്കുന്ന കുഴച്ചിലിനെ കുറിച്ച് അവന് ഉറപ്പ് കിട്ടും. അവൻ അതിനനുസരിച്ച് ആത്മാവിൽ ബലപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് യേശു കർത്താവ് യൂദയോട് പറഞ്ഞത്, ചെയ്യാൻ ഉറച്ചത് വേഗത്തിൽ ചെയ്ത്, വേഗത്തിൽ ചെയ്യാൻ ഉറച്ചതില്ലേ? നീ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷെ ജ്ഞാനത്തിൻ്റെ നിറവ് എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ നിന്നോട് പറയുക, വേഗത്തിൽ ചെയ്യേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആ സമാധാനം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? സൗഖ്യത്തിൻ്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, വീട് കിട്ടുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത്, കടഭാരം മാറുന്ന വിഷയമല്ല ചോദിച്ചത്. എനിക്ക് ആ സമാധാനം വേണം. അതൊരു വലിയ രഹസ്യമാണ്. അതെനിക്ക് വേണമെന്ന് പറയുന്ന എത്ര പേരുടെ കരങ്ങൾ ഉയരും? ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. പോരാ 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 പോരാ. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത കിട്ടി മുഴക്കം പോലെ, മഹാപുരുഷാരത്തിന്റെ ഘോഷം പോലെ നിർത്താതെ പറയുന്നൊരു ഹല്ലേലൂയ, ഒരിക്കലും അവസാനിക്കാത്ത പെരുവെള്ളം ഇരച്ചു വരുന്നത് പോലെ അതിന് അവസാനമില്ല, അതിനിടയ്ക്ക് ബ്രേക്കില്ല. അതിങ്ങനെ ഒരു ആരവം പോലെ തന്റെ ജനത്തിന് നടുവിൽ ഉയർന്നു കേൾക്കുകയാ. അത് രണ്ടുകൊണ്ട് ചിറക്, ആമേൻ, അത് മുഖം മൂടിയിട്ട്, അത് കണ്ണു മറച്ചിട്ട്, അത് പാലം മറച്ചിട്ട്, അത് അനവരതം ഉയർന്ന ഒരു സ്വരമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്ത് സന്തോഷല്ലേ? ഒരു ഹല്ലേലൂയ പറയാമോ? സഹോദരിമാർ മാത്രം പറയാമോ? ഒന്നുകൂടെ പറഞ്ഞേ, ഒരു വട്ടം കൂടെ പറയാം. സഹോദരന്മാരെന്ന് പറഞ്ഞേ, ഒന്നൂടെ. പുരുഷന്മാരായതുകൊണ്ട് കുറയ്ക്കണ്ട, 4 നിർത്തിക്ക്. അത് അംഗീകരിക്കുന്നെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. സമാധാനം എന്ന് പറയുന്ന ദൂത്
അതീവ ഗൗരവമുള്ളതാ. സ്തോത്രം. അപ്പൊ ഈ പൈതൽ ജ്ഞാനം നിറഞ്ഞ് ഓരോന്നും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ അറിഞ്ഞവനെങ്കിൽ എന്തുകൊണ്ട് ധൈര്യത്തോടെ ഈ കാലിത്തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന യാത്ര, ഞാൻ അങ്ങനെയാ പറയുന്നത്, ഈ കാലിത്തൊഴുത്തിൽ നിന്ന് ഈ കുഞ്ഞ് പുറപ്പെടുന്ന യാത്ര ഇത് കാൽവരിയിലേക്കാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങും ഈ യാത്രയെ തിരിക്കാൻ പറ്റിയിട്ടില്ല. പത്രോസ് നോക്കി, പുരുഷാരം നോക്കി, യവനന്മാർ നോക്കി, കടൽ തീരത്ത് ആമേൻ രാജകീയ പദവി കൊടുക്കാന്ന് പറഞ്ഞു, മറുപമലയിൽ കുടില് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞു, ഇനി യഹൂദയിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ഇത്ര അത്ഭുതം ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ടാക്കാം, ഇവിടെ ഒരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ തമ്പുരാൻ പറഞ്ഞില്ല, എനിക്ക് അടുത്ത പട്ടണങ്ങളിലും പോകണം, അവിടെയും ഇത് നിൽക്കത്തില്ല. ഇത് നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഇത് കാൽവരിയിലേ നിൽക്കത്തുള്ളൂ. കാൽവരിയിൽ അവസാനിക്കുകയാണോ? അല്ല, കാൽവരിയിൽ ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ സഹനം അത് നിന്റെ അവസാനമല്ല, അത് നിന്റെ വിജയത്തിന്റെ ആരംഭമാണ്. നിന്റെ രോഗക്കിടക്ക അത് നിന്റെ അവസാനമല്ല, അത് നിന്റെ ജയത്തിന്റെ ആദ്യപടിയാണ്. നിന്റെ കടഭാരം അത് നിന്റെ പരാജയത്തിന്റെ ആദ്യ ദിനമല്ല, അത് നിന്റെ വിജയത്തിന്റെ ആദ്യ ദിനമാണ്. അതാ നമ്മുടെ തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചേ. എന്തുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റി? പോകാൻ പറ്റിയതിന്റെ രഹസ്യം, തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾക്ക് 33.5 വർഷത്തെ ആയുസ്സേ ഉള്ളെന്ന് ഇവനിൽ വ്യാപരിച്ച സമാധാനം ഇവന് വെളിപ്പെടുത്തി കൊടുത്തു. നിന്റെ പ്രതിസന്ധിയുടെ ആയുസ് എത്രയെന്നറിയാവോ? 33.5 വർഷം. ഇത് വെളിപ്പെട്ടവനാ യേശുവെങ്കിൽ യേശു അങ്ങനെ നടക്കൂ. കാരണം 1000 സംവത്സരങ്ങൾ കർത്താവിന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവിന് 33.5 വർഷത്തെ കഷ്ടത ഒരു സെക്കൻഡ് പോലും ഇല്ല. ആമേൻ. ജഡത്തിലിരുന്നത് കേൾക്കരുത്. നിന്റെ പ്രതികൂലത്തിന് 1 സെക്കൻഡ് ആയുസുള്ളെന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗത്തിന് ഇനി 1 സെക്കൻഡ് കൂടെ പിടിച്ചിരിക്കാൻ ഒക്കൂ എന്നൊരു വെളിപ്പാട് കിട്ടിയ നീ എന്ത് ചെയ്യും? നമ്മുടെ മിനിസ്ട്രിക്കെതിരെയുള്ള തടസ്സങ്ങൾക്ക് ഇനി ഒരു 3.5 സെക്കൻഡ് കൂടെ ആയുസുള്ളൂ എന്നൊരു വെളിപ്പാട് നിനക്ക് കിട്ടിയ നീ എങ്ങനെ പ്രതികരിക്കും? പ്രൈസ് ദി ലോർഡ്. ആ 3.5 സെക്കൻഡിൽ കൊണ്ട് നടക്കുന്ന സാഗ് വെളിപ്പെട്ടാൽ ഇന്ന് പകൽ തേങ്ങിക്കരയുന്ന പല വിഷയങ്ങളിലും നീ നല്ല അന്തസ്സായിട്ട് സ്തോത്രം പറഞ്ഞു തുടങ്ങും. ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമെന്ന് പറയുമ്പോഴും അരുമനാഥന്റെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദം സ്തോത്രം. ഇത് പറയണം. ഒരു സ്തോത്രം പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, ഒരു വട്ടം കൂടെ ഒന്ന് പറയാവോ? ദൈവമക്കളെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. യോ, ഞാനിങ്ങനെ ക്ഷീണിച്ചോണ്ടിരിക്കുക, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഭയങ്കര വിടുതൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ഒരു സ്തോത്രം പറഞ്ഞേ. അത്ഭുതം നടക്കാൻ പോകും, ഒരു സ്തോത്രം കൂടെ പറഞ്ഞേ. ഇങ്ങനത്തെ ഒരു സ്തോത്രവും തമ്പുരാന് വേണ്ട, ഒരു സ്തോത്രവും വേണ്ട. കൊടാനുകൂടി ദൂതന്മാർ നിലയ്ക്കാതെ ആരാധിക്കുന്ന ആരാധന സ്വരങ്ങൾ, അത് ശ്രുതിമധുരമായി കേൾക്കുന്ന പശ്ചാത്തലത്തിൽ പ്രകാശത്തെ വാരി ചുറ്റി ആ പരമാധികാരിയായവൻ ഇരിക്കുകയാണ്. ഒരു മധുരമേ ഇല്ലാതെ നമ്മുടെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സ്തോത്രം, നമ്മുടെ വിചാരം നമ്മൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ അയ്യോ കർത്താവ് വലിയ ബുദ്ധിമുട്ടിലാണ്.
തമ്പുരാൻ പറഞ്ഞിട്ട് വെട്ടേറ്റ് താഴെ വീണ ലൂസിഫറിന്റെ ചിറക് ഇങ്ങനെ അതിൻ്റെ ഒരു തൂവൽ ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ ഇതുപോലെ ദേണ്ട ഇവിടെ വെച്ചിരിക്കുന്ന ഒരു 1,00,000 കോർഗിന്റെ സാധനങ്ങൾ, ആമേൻ, 1,00,000 സാം എന്ന് പറയുന്ന ആമേൻ 1,00,000 ചെറുപ്പക്കാരെ നിരത്തി നിർത്തി കോർഗിനകത്ത് വായിക്കുന്നതിനേക്കാൾ നല്ല ഇമ്പമാർന്ന ശബ്ദം, ആമേൻ, അവന്റെ ഒരു ചിറകിന്റെ ചലനത്തിൽ വെളിപ്പെട്ടു വരും. അങ്ങനെ ഇരിക്കുന്നവനാ ഞാൻ സ്തോത്രം പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞേ, എന്നോട് പറയാമോ? ദൈവമക്കളെ, ഞായറാഴ്ചയല്ലേ, ഒന്ന് പറഞ്ഞ ദൈവമക്കളെ. പ്രതികൂലങ്ങൾക്കായുസില്ല. ആ വെളിപ്പാട് തരുന്നത് സമാധാനമാ. ആണോ? എൻ്റെ കടഭാരത്തിന് ഇനി 3.5 സെക്കൻഡ് കൂടെ ആമൻ ആയുസുള്ളെന്നറിഞ്ഞാൽ കടഭാരം മാറണേ എന്നല്ല. കർത്താവേ, കടഭാരങ്ങൾ ഉള്ളപ്പോഴും ഈ 3.5 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിനകത്തൊരു വലിയ മോചനം വെളിപ്പെടുമെന്ന് അറിഞ്ഞത് കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അതിൻ്റെ ടൈമിംഗ് അത് വെളിപ്പെട്ടു. അതുകൊണ്ടാ ആദ്യം മുതലേ തമ്പുരാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ തകർക്കപ്പെടും, ഞാൻ മരിക്കും. അവിടെ കൊണ്ട് നിർത്തിയില്ല. പക്ഷേ 3-ാം ദിനം ഞാൻ ഉയർക്കും. രോഗം ബാധിച്ച നിന്റെ ശരീരത്തെ നോക്കി നിനക്ക് പറയാമോ? സാരമില്ല, പുറത്തു വരും. പ്രശ്നമുള്ള നിന്റെ തലമുറയെ നോക്കി നിനക്ക് ഇന്ന് പകൽ പറയാമോ? കുഴപ്പമില്ല, പുറത്തു വരും. ഒരു തരത്തിൽ പുരോഗതിയില്ലാത്ത ശുശ്രൂഷയുടെ അനുഭവത്തെ നോക്കി നിനക്ക് പറയാവോ പുറത്തു വരുമെന്ന്? ചുറ്റുവട്ടം എല്ലാവരും നിന്നെ പോഷൻ എന്ന് വിളിക്കും, സാരമില്ല. പക്ഷേ വെളിപ്പാടുള്ളവനതാ പറയേണ്ടത്. യേശു ഇത് പറഞ്ഞപ്പോൾ ലോകം ഒന്നും അംഗീകരിച്ചില്ല. നിറവേറിയത് ആമേൻ സമാധാനമുള്ളവന്റെ പ്രവചനമാണ്. നിറവേറുന്ന പ്രവചനമാരുടേത്? സമാധാനമുള്ളവന്റെ പ്രവചനം. അത് ഗ്യാരണ്ടിയുള്ള ദൂത. ഇത് വെളിപ്പെട്ട യേശു 3.5 വർഷവും താൻ മുൻപിൽ കണ്ടത്. അതുകൊണ്ട് തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നത്, അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. എന്തിന്? ഈ ക്രൂശിനപ്പുറം നിൽക്കുന്ന മഹത്വം ഇവന് വെളിപ്പെട്ടുകൊണ്ടിരുന്നു. ഗ്ലോറി. ഇതാദ്യമേ പറഞ്ഞത്, ഇവിടെ സമാധാനം, അവിടെ മഹത്വം. 10 മിനിറ്റ് കയ്യടിയും അന്യഭാഷയും എന്ന് പറയുന്ന ആ വരാന്തയിൽ നിന്ന് നീ അകത്തെ മുറിയിലോട്ട് കയറണം. എന്നും 10 മിനിറ്റ് കയ്യടിയും അത് കഴിഞ്ഞ് കുറച്ച് അന്യഭാഷയും. അവിടെ നിന്ന് ഈ ഗ്ലോറിയുടെ മേഖലയിലേക്കൊന്ന് കയറി വരണം. സ്തോത്രം. അവിടെ കാഴ്ചപ്പാടൊന്ന് മാറുന്നേ. ഗ്ലോറി, മഹത്വം. സമാധാനം അകത്തുള്ളവനെ മഹത്വത്തിന്റെ വാതിൽ തുറക്കത്തുള്ളൂ. അവനെ അത് കാണത്തുള്ളൂ. ഇല്ലാത്തവൻ ആരാധിക്കുമ്പോഴും അവന്റെ കൺമുൻപിൽ നിൽക്കുന്നത് അവന്റെ ശരീരത്തിലെ രോഗമാണ്. സമാധാനമുള്ളവൻ ആരാധിക്കുമ്പോൾ അവന്റെ കൺമുൻപിൽ നിൽക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. സമാധാനമില്ലാത്തവൻ ആരാധിക്കുമ്പോൾ അവന്റെ മുൻപിൽ നിൽക്കുന്നത് കടഭാരമാ. സമാധാനമുള്ളവൻ ആരാധിക്കുമ്പോൾ അവന്റെ മുൻപിൽ നിൽക്കുന്നത് മഹത്വമാ. ഹല്ലേലൂയ. മഹത്വം കണ്ട് ആരാധിക്കാൻ ആമേൻ ഒരഭിഷേകം എത്ര പേർക്ക് ആവശ്യമുണ്ട്? അസാധാരണമായ സംഗതികൾ വെളിപ്പെടുമാർ ഇന്ന് പകൽ കാഴ്ചപ്പാടുകളെ മാറ്റി ഇന്ന് പകൽ എന്നെ പണിത് പുറത്തെടുക്കണമെന്ന് ആമേൻ ഉള്ളം കൊണ്ട് ആഗ്രഹിക്കുന്ന എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? ഹല്ലേലൂയ. തമ്പുരാൻ പറഞ്ഞു, ആ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. 33.5 വർഷവും ഈ പ്രതിസന്ധിക്ക് ആയുസില്ല എന്ന് വിശ്വസിച്ച് നടക്കുമാറ് എന്റെ മേൽ വ്യാപരിച്ചൊരു സമാധാനമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തരാം.
എന്തുകൊണ്ട്? കൃത്യ സമയത്തിൽ ആത്മാവ് ചെയ്യേണ്ടതെല്ലാം യേശുവിന് വേണ്ടി ചെയ്തു കൊടുത്തു. അവൻ ആത്മാവിൽ ജനിച്ചു, അവൻ ആത്മാവിൽ വളർന്നു, അവൻ ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ആത്മാവിൽ നിറഞ്ഞു, അവൻ ആത്മാവിനാൽ നയിക്കപ്പെട്ടു, അവൻ ആത്മാവിൽ ഞരങ്ങി, അവൻ ആത്മാവിൽ സന്തോഷിച്ചു. ആമേൻ. അവൻ ആത്മാവിൽ നിറഞ്ഞവനാണ്. അവൻ ആത്മാവിൻ്റെ ശക്തി ഏറ്റെടുത്തവനാ. ഇതിനൊന്നും കാലതാമസം വന്നില്ല. കൃത്യ സമയം. പ്രാവിറങ്ങുന്ന സമയം യോർദാൻ നദിയിൽ തമ്പുരാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കൃത്യം, ഈ ടൈമിംഗ് വെളിപ്പെടുത്തി കൊടുത്തത് ജ്ഞാനമാ. അതിനനുസരിച്ച് അവൻ ആത്മാവിൽ സ്ട്രോങ് ആയി. മസിൽ പിടിച്ചു നിൽക്കുന്നവന്റെ പുറത്തൊരടി കൊടുത്തേ അവൻ ചിരിച്ചിട്ട് പോകും. ചുമ്മാതെ നിൽക്കുന്നവന്റെ പുറത്തൊരടി കൊടുത്തേ അവൻ അടി കൊണ്ടിരിക്കും. അങ്ങനെ നിൽക്കുന്നവനെ പോലെ പ്രതിസന്ധിയെ ജയിക്കാൻ നിനക്ക് കഴിയണമോ? നിന്റെ അകം ബലപ്പെടണം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമാണ് സമാധാനം. അപ്പൊ പിറവിയിൽ വ്യാപരിച്ചതൊന്ന്, ഇതൊരു വലിയ ചലനത്തിന് ഹേതുവായിരുന്നു. അത് നിങ്ങൾക്ക് തരും. വേണോ? ആ സമാധാനം തരാം. വേണോ? രണ്ട്, ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിക്കുകയാണ്. മുഴുവനും 12 മണിക്കൂറിന്റെ പ്രാർത്ഥന. പ്രാർത്ഥിച്ചെഴുന്നേറ്റിട്ട് 12 പേരെ തെരഞ്ഞെടുത്തു. അടുത്ത ശബ്ദം, ഞാൻ 12 പേരെയല്ലേ തെരഞ്ഞെടുത്തത്, അതിലൊരുവൻ പിശാചാണ്. ഓരോരുത്തർക്ക് വേണ്ടി ഓരോ മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് 12 എണ്ണത്തെ തെരഞ്ഞെടുത്തപ്പോ അതിലൊരുത്തൻ പിശാച്. ഞാൻ ആദ്യം അങ്ങനെ ചിന്തിച്ചു. അല്ല, ഈ 12 പേരെ തെരഞ്ഞെടുക്കാൻ, ആരെ തെരഞ്ഞെടുക്കാനായി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത്? താൻ കൊടുക്കുന്ന സ്നേഹത്തിന് 30 വെള്ളിക്കാശ് വിലയിടുമെന്നറിഞ്ഞ യൂദയെ തെരഞ്ഞെടുക്കാൻ അവന്റെ ഉള്ളം പിടച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരവും അവനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി 11 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ച് അവനെ തന്നെ തെരഞ്ഞെടുത്ത കൃപ അതിവന് കൊടുത്തതാ സമാധാനമാണ്. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമാധാനമില്ല ബ്രദർ. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ദേണ്ട ഒരുവൻ ഇരിക്കുന്നു, ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവനെ ശിഷ്യനായി ചേർക്കാൻ വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാ 12 മണിക്കൂർ. 10 പേരെ തെരഞ്ഞെടുത്തിട്ട് 2 പേരെ വേണ്ടെന്ന് പറഞ്ഞ് പോയില്ല. 11 എണ്ണത്തെ തെരഞ്ഞെടുത്തിട്ട് പ്രാർത്ഥിക്കാൻ മൂടില്ലെന്ന് പറഞ്ഞ് പോയില്ല. ആമേൻ. ആ രഹസ്യമാ തമ്പുരാൻ പറഞ്ഞത്. നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യ്. അതൊരു വലിയ അരമണിക്കൂറൊക്കെ ബോക്സ് ഒന്നും അനങ്ങാതിരുന്നാലും തമ്പുരാൻ ചെയ്യാനുള്ളത് മുഴുവനും ചെയ്തിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. 30 വെള്ളിക്കാശിന് വിൽക്കുമെന്ന് ഉറപ്പുള്ളവന് പണസഞ്ചി കൊടുക്കാൻ തമ്പുരാൻ എങ്ങനെ പറ്റി? തമ്പുരാൻ പറഞ്ഞു, യൂദായേ, നീ 30 വെള്ളിക്കാശിന് എന്നെ വിൽക്കുന്നത് ആർക്കാന്നറിയാവോ? ലോകത്തിന്റെ പ്രഭുവിനാ. പക്ഷെ ഞാൻ നിന്നോട് പറയാം, അവൻ എന്നിൽ ഒരു കാര്യവും ഇല്ല. പക്ഷെ നീ എന്നെ വിൽക്കുമ്പോ വേറൊരു സംഗതി നടക്കും. 30 വെള്ളിക്കാശിന് നീ എന്നെ ലോകത്തിന്റെ പ്രഭുവിന് വിറ്റാൽ ആ ലോകത്തിന്റെ പ്രഭുവിന്റെ ഗോഡമണിലുള്ളതിനെ മുഴുവനും ഞാൻ വിലക്കെടുത്തോണ്ട് തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ വിൽക്കുന്നുണ്ടല്ലോ ഒരുവന്, ലോകത്തിന്റെ പ്രഭുവിന് വിൽക്കുന്നീ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, നീ വിറ്റാൽ ലോകത്തിന്റെ പ്രഭുവിന്റെ ഗോഡമണിൽ എത്ര ആത്മാക്കളെ അടച്ചു വച്ചിട്ടുണ്ടോ അതിനെ മുഴുവനും വിലയ്ക്ക് വാങ്ങി ഞാൻ തിരികെ വരാൻ പോകുകയാ. പ്രതികൂലങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നീ. തമ്പുരാൻ പറയുക, ഈ ഗോഡമണിൽ ഒന്ന് എത്തിപ്പെടാൻ നോക്കി നടക്കുകയായിരുന്നു ഞാൻ.
ഇവന്റെ ഗോഡമണിൽ കിടക്കുന്നതിനെ ഒന്ന് തപ്പിയെടുക്കാൻ വേണ്ടി നോക്കി നടക്കുക ഞാൻ അഭിഷേകത്തോടെ. നീ 30 വെള്ളിക്കാശിന് വിറ്റപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ആ ഗോഡമണിലോട്ടാ പോകുന്നത്. തകരാനല്ല, പിന്നെയോ അതിനകത്ത് കിടക്കുന്നതിനെ മുഴുവനും തിരിച്ചു പിടിച്ചോണ്ട് വരാൻ. അതുകൊണ്ടാ തമ്പുരാൻ പറഞ്ഞത്, യൂദാ നീ ചെയ്യാൻ ഉറച്ചത് വേഗത്തിൽ ചെയ്യ. പക്ഷേ ലോകത്തിന്റെ പ്രഭുവിന് എന്നിൽ ഒരു കാര്യവുമില്ല. എന്നാൽ സ്നേഹിത ഒരു ചുംബനത്താൽ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണോ എന്ന് ചോദിക്കുന്ന സ്വരത്തിന്റെ രഹസ്യം എന്താണെന്നറിയാവോ? 30 വെള്ളിക്കാശിന് ലോകത്തിന്റെ പ്രഭുവിന് എന്നെ വിറ്റാൽ എന്നെ വിലയ്ക്ക് വാങ്ങിയവന് ഭയങ്കര നഷ്ടമുണ്ടാകും. അവന്റെ ഗോണമളിലുള്ളതിനെ മുഴുവനും ഞാൻ തിരിച്ച് വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും. ലോകത്തിന്റെ പ്രഭുവിന് എന്നിൽ ഒരു കാര്യമില്ല. സ്നേഹിത, വിൽക്കപ്പെട്ട ഞാൻ ഉയർത്തെഴുന്നേൽക്കും. വിറ്റ നിന്റെ പണസഞ്ചി തെറിക്കും. അത് കഴിഞ്ഞ് സ്നേഹിത നിനക്കെന്ത് സംഭവിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പണ്ടൊരിക്കൽ തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞു, ലാസർ അവൻ എൻ്റെ സ്നേഹിതനാ. അതിനർത്ഥം എന്താ? സ്നേഹിതനെന്ന് തമ്പുരാൻ ഒരുവനെ കുറിച്ച് പറഞ്ഞാൽ അവൻ കല്ലറയ്ക്കകത്ത് കയറിയാലും അവനെ പുറത്തു വലിച്ചിറക്കും തമ്പുരാൻ. നിന്റെ ജീവിതത്തിലും ഇത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാ 30 വെള്ളിക്കാശിന് വിൽക്കാണ്ടി പദ്ധതിയിട്ടപ്പോഴും പാദംകടികൾ സമയമായിപ്പോ ആമേൻ അരക്കച്ച മുറുക്കി നിന്റെ മുൻപിൽ കുനിഞ്ഞിരുന്ന് നിന്നെ കഴുകിയത് എന്തിനാണെന്നറിയാവോ? അതുവരെയുള്ള മുഴുവൻ പാപങ്ങളെയും നിന്നെ മായ്ച്ചു കളഞ്ഞിട്ട് നിന്നെ ഞാൻ എന്റെ ഭാഗമാക്കുകയായിരുന്നു. എന്നിട്ട് നീ വിൽക്കാൻ തീരുമാനിച്ചല്ലേ? വേഗത്തിൽ ചെയ്യേ. നിനക്കെതിരെ അവാദം പറയുന്നവൻ, നിനക്കെതിരെ ചൂഷണം പറയുന്നവൻ, നിനക്കെതിരെ നോട്ടീസ് അടിക്കുന്നവൻ, നിനക്കെതിരെ ഭാരമണിയുന്നവൻ ഇന്ന് പകൽ തിരിച്ചു ചിന്തിക്കും പ്രിയരെ. ആമേൻ. നിനക്കതൊരു വലിയ വിടുതലായി തീരും. ഹല്ലേലൂയ. നിനക്കെതിരെ പറഞ്ഞ അപവാദങ്ങളാ നിന്നെ വളർത്തിയത്. നിനക്കെതിരെ ഓരോരുത്തർ അവിടെ ഇവിടെയും പറഞ്ഞ നുണകളാ നിന്നെ വളർത്തിയത്. നിന്നെ വിറ്റത് കൊണ്ടാ നീ ഇന്ന് പകൽ സകല ആത്മാക്കളുടെ ഉടമസ്ഥനായിരിക്കുന്നത്. വേഗത്തിൽ ചെയ്യേ. യൂദാ അത് ചെയ്യരുതെന്നല്ല, വേഗത്തിൽ. അതാ സമാധാനം. കണ്ടോ? ലോകത്തിന്റെ പ്രഭുവിന് നീ എന്നെ വിറ്റാൽ അവന്റെ ആസ്തികൾ മുഴുവനും തിരിച്ചു വിലയ്ക്ക് വാങ്ങി ഞാൻ മടങ്ങി വരുമെന്ന ഉറപ്പെങ്ങനെ കിട്ടി? സമാധാനം. ഇത് തന്നെയല്ലേ ജോസഫിന്റെ കാര്യത്തിൽ സംഭവിച്ചേ? വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറിൽ വീണിട്ട്, അവിടുന്ന് കാരാഗ്രഹത്തിൽ വീണിട്ട് അവിടെ ഇങ്ങനെ കിടക്കുമ്പോ സ്വർഗം പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ജോസഫേ പൊട്ടക്കിണറിൽ വീണതിനെ കുറിച്ച് നിനക്ക് ദുഃഖമുണ്ടോ? വാഗ്ദത്തമുണ്ട് ബ്രദർ, പക്ഷെ പൊട്ടക്കിണർ അല്ല. വാഗ്ദത്തമുണ്ട് ബ്രദർ, കാരാഗ്രഹം അല്ല. നിന്നെ രാജകീയ വസ്ത്രം അണിയിക്കാൻ ആഗ്രഹിച്ചു ദൂത് പറഞ്ഞവനാ ഞാൻ. പക്ഷെ ഞാൻ നോക്കിയപ്പോ പൊത്തിഫറിന്റെ വീട്ടിലെ വേലക്കാരന്റെ അവൻ മേൽവസ്ത്രം നിന്റെ മേൽ കിടക്കുന്നത്. പൊത്തിഫറിന്റെ ഭാര്യ വന്ന് കടന്നു പിടിച്ചാൽ വാഗ്ദത്തത്തെ മൂടുന്ന മേൽവസ്ത്രമേ അവൾക്ക് കിട്ടത്തുള്ളൂ. വാഗ്ദത്തം ഇഞ്ഞ് പുറത്തു പോരും. അല്ലാതെ അപ്പച്ചൻ മേൽവസ്ത്രം എടുത്ത് കാരാഗ്രഹത്തിൽ കൊണ്ട് പൂട്ടിയിട്ട് ജോസഫിനെ പൊത്തിഫറിന് വിട്ടുകൊടുത്തവനല്ല. ആമേൻ. മേൽവസ്ത്രം പൊത്തിഫറിന് വിട്ടുകൊടുത്തു. വാഗ്ദത്തത്തെ അതിനകത്തൂടെ ഊരിക്കൊണ്ടുപോയി കാരാഗ്രഹത്തിനകത്തിട്ടു. തമ്പുരാൻ പറഞ്ഞു, ഈ കാരാഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ പോക്കറ്റാ. ഇനി ഒരു പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് ഇവന്റെ അടുത്ത് വരാനൊക്കത്തില്ല. ഇനി ഒരു പൊത്തിഫറിന്റെ ഭാര്യയ്ക്കും പാപത്തിന് ഇവനെ നിർബന്ധിക്കാൻ ഒക്കത്തില്ല. ഇനി ഒരു പൊത്തിഫറിന്റെ ഭാര്യയ്ക്കും മേൽവസ്ത്രം ഊരാൻ പറ്റത്തില്ല. കാരണം ഇവൻ കാരാഗ്രഹത്തിനകത്താ. എന്താ അതിന്റെ അർത്ഥം? ഇവിടെ നിന്ന് അവൻ കയറാൻ പോകുന്നത് അവന്റെ വാഗ്ദത്തം എന്ന് പറയുന്ന അധികാര കസേരയിലേക്കാ.
ദൈവത്തിന്റെ റൂട്ട് കണ്ടുപിടിക്കുന്ന പകൽ. ആമേൻ. തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരുക്കുന്നൊരു റൂട്ടുണ്ട്. ഒത്തിരി പേര് ചോദിച്ചു, സ്വപ്നം കണ്ടില്ലടാ നീ, വ്യാഖ്യാനം കിട്ടിയില്ലേ, എന്നിട്ട് കാരാഗ്രഹമാണോ? അതെ, വാഗ്ദത്തമുള്ളവന്റെ മേൽവസ്ത്രമേ പോകത്തുള്ളൂ, വാഗ്ദത്തം പുറത്തു പോരും. വാഗ്ദത്തത്തിൽ നിന്ന് തകർക്കാൻ പദ്ധതിയിടുന്ന പോത്തിഫറിന്റെ ഭാര്യയെ നിനക്ക് മേൽവസ്ത്രമേ കിട്ടത്തുള്ളൂ, വാഗ്ദത്തമുള്ളവൻ പുറത്തു പോരും. ആ മേൽവസ്ത്രം പോകുന്നത് ഞങ്ങൾക്ക് നഷ്ടമല്ല, അത് പോകുമ്പോഴാണ് രാജകീയ വസ്ത്രം മേളി വീഴുന്നത്. തീർന്നില്ല, ഒരു സ്വപ്നത്തിലാണ് നിന്റെ തുടക്കം ഇല്ലേ? സ്വപ്നം കണ്ടത് മുതലല്ലേ പ്രതികൂലം. ആ പ്രതികൂലം അവസാനിപ്പിക്കുന്നതും അടുത്ത സ്വപ്നത്തിലൂടെ തന്നെയാ. പ്രൈസ് ദി ലോർഡ്. നീ സ്വപ്നം കണ്ട് തുടങ്ങി, ആ സ്വപ്നമാ നിന്നെ തകർത്തതെന്ന് നീ ചിന്തിക്കരുത്. ആ തകർച്ച ആരംഭിച്ചത് സ്വപ്നത്തിൽ നിന്നാണെങ്കിൽ, ദേണ്ട ജോസഫേ, ഇത്തവണ അന്തഃപുരത്തിൽ ഞാനൊരു സ്വപ്നമിടും. അതിന്റെ വ്യാഖ്യാനം അന്തഃപുരത്തിൽ ആയിരിക്കത്തില്ല, അതിന്റെ വ്യാഖ്യാനം വാഗ്ദത്തമുള്ളവൻ കിടക്കുന്ന കാരാഗ്രഹത്തിനകത്തായിരിക്കും. അതുവഴി നീ പുറത്തു വരാൻ പോകുകയാ. ഇപ്പൊ കാരാഗ്രഹത്തിനകത്താണെങ്കിലും ഇന്ന് പകൽ സമാധാനമുള്ളവൻ സ്തോത്രം പറയണം. സ്തോത്രം പറയാനും ഹല്ലേലൂയ പറയാതിരിക്കാനും ഒരു കാരണവും ഇന്ന് പകൽ നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പോരാ പോരാ പോരാ. എന്ത് കാരണത്താല ഹല്ലേലൂയ പറയാതിരിക്കണ്ടേ? കാരാഗ്രഹത്തിൽ കിടക്കുന്നുണ്ടോ? എടാ, കാരാഗ്രഹത്തിൽ നിന്ന് നീ എങ്ങോട്ടാ കയറാൻ പോണെന്നറിയേ? നീ പോലും അറിയത്തില്ല. ആമേൻ. ഏതോ ഒരു സെക്കൻഡിൽ ഒരു സ്വപ്നം അകത്ത് വീഴും. അതെ, ഏതോ ഒരു സെക്കൻഡിൽ അതിന് വ്യാഖ്യാനം ഇവിടെ വീഴും. അത് കഴിയുമ്പോ വാഗ്ദത്തത്തിലേക്കുള്ള പ്രമോഷനാ നിനക്ക്. ആ സെക്കൻഡ് ഇന്ന് പകൽ വെളിപ്പെട്ട് വരട്ടെ. ആ ടൈമിംഗ് ഇന്ന് പകൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങളുടെ തകർച്ചകൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറ്റുന്ന ഒരു ദൈവം. വാഗ്ദത്തമുള്ളവന്റെ പ്രതിസന്ധി മാറ്റാൻ തമ്പുരാന് 1000 വർഷം വേണ്ടി വന്നില്ല. ഒരു ദിവസം അന്തഃപുരത്തിനകത്ത് ഒറ്റ സ്വപ്നം, ഏതോ ഒരു സെക്കൻഡിൽ അതിന്റെ ഒരു വ്യാഖ്യാനം ഇവന്. ഇത്രയും നാൾ ഇവൻ പറഞ്ഞുകൊണ്ട് നടന്ന ആ സ്വപ്നമായി എന്നെ തകർത്തത്, ആ വ്യാഖ്യാനമായി എന്നെ തകർത്തതല്ല. വാഗ്ദത്തത്തിലേക്ക് നീ പോകുന്നത് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആമേൻ സ്വപ്നത്തിലൂടെ വരത്തുള്ളൂ. കൊട്ടാരത്തിലിരുന്ന ഒരുത്തനും പറയാൻ പറ്റിയില്ല, അത് വാഗ്ദത്തമുള്ള നിനക്ക് പറയാൻ പറ്റി. നീ ഇത്രയും നാളും സ്തോത്രം പറഞ്ഞത് എന്താ? എന്നെ കിണറ്റിലിട്ടത് സ്വപ്നമായതുകൊണ്ടോ? ഇത്രയും നാളും ജോസഫിന് ഹല്ലേലൂയ വന്നില്ല, എന്താ കാര്യം? സ്വപ്നം കണ്ടതുകൊണ്ട് കാരാഗ്രഹത്തിൽ പോയി. ഇപ്പം നിനക്ക് മനസ്സിലായോ? അന്ന് സ്വപ്നം കണ്ടതുകൊണ്ടാ ഇന്ന് ഈ വ്യാഖ്യാനം നിനക്ക് പറയാൻ പറ്റിയത്. ഒറ്റ വെളിപ്പാട് മതി നിന്റെ നില മാറാൻ. ഒറ്റ ഒരു വെളിപ്പാട്, ഒരു സെക്കൻഡിൽ കത്തുന്ന ഒറ്റ വെളിപ്പാട് മതി എൻ്റെ ശുശ്രൂഷ മാറാൻ. ഞാനത് നോക്കി നടക്കുന്നവനാ.
ഏതെങ്കിലും ഒരു സ്റ്റേജിൽ, ഒരു ശുശ്രൂഷയിൽ ആ സെക്കൻഡ് വെളിപ്പെട്ട് വരും. ആ നിമിഷം ആ നിലം മാറിയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒരു പ്രയാസമില്ല. ഹല്ലേലൂയ. എല്ലാ പ്രതികൂലങ്ങളും അങ്ങോട്ട് മാറ്റി വെച്ചേ. സ്തോത്രം. സ്നേഹിത, 30 വെള്ളിക്കാശിന് വിൽക്കുന്ന സ്നേഹിത, നിന്റെ വിൽപ്പന എനിക്ക് വലിയൊരു ലാഭമാകാൻ പോകുകയാണ്. സ്വർഗത്തിലിരിക്കേണ്ട മുഴുവൻ എണ്ണത്തെയും അപഹരിച്ച് നരകത്തിന്റെ ഗോഡവണിൽ ഇട്ടിരിക്കുന്നത് നീ എന്നെ വിൽക്കുമ്പോൾ എനിക്കറിയാം, നരകം ശൂന്യമാകും, സ്വർഗം നിറയും. പ്രൈസ് ദ ലോർഡ്. ശൂന്യമായ നിന്റെ ഗോഡവണുകളെ നിറയ്ക്കുന്ന ആമേൻ നിന്റെ വിൽപ്പനയെ ഓർത്ത് ആമേൻ ഇന്ന് പകൽ നീ ദൈവത്തെ സ്തുതിക്കണം. എനിക്ക് സ്തോത്രം പറയാൻ ഒരു കാരണമുണ്ടെന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവരെന്ന് കരവുയർത്തി. സ്തോത്രം പറയാതിരിക്കാൻ എനിക്കൊരു കാരണമുണ്ടെന്ന് പറയുന്നവരെന്ന് കരവുയർത്തി. സ്തോത്രം പറയാതിരിക്കാൻ എനിക്കൊരു കാരണമുണ്ട്. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കാരാഗ്രഹമാണോ? സ്തോത്രം. പൊട്ടക്കിണറാണോ? സ്തോത്രം. അതാ ആരാധന. യൂദാസ് വിൽക്കുമ്പോഴും തമ്പുരാൻ പറയും സ്തോത്രം. അപ്പം മുറിക്കുമ്പോഴും തമ്പുരാൻ പറയും സ്തോത്രം. പാനപാത്രം എടുക്കുമ്പോഴും തമ്പുരാൻ പറയും സ്തോത്രം. ഉലുമലയിലേക്ക് പോകുമ്പോൾ തമ്പുരാൻ പറയും സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് അവിടെ അവൻ സ്തോത്രം പാടിയത്. ആമേൻ. നമ്മുടെ ആത്മീക കൂട്ടായ്മയിൽ അന്യപ്പെട്ട ഒരേ ഒരു പദമാ സ്തോത്രം. ഹല്ലേലൂയ പറയണ്ട, ഒരു സ്തോത്രം പറയണം. ഒന്നുകൂടെ വേണം, തുടർമാനം വേണം. അതെപ്പോഴാ നിൽക്കുന്നെന്ന് പറയാൻ ഒക്കത്തില്ല. കരങ്ങളെ തട്ടി ഒരു സ്തോത്രം പറഞ്ഞേ. ആമേൻ. ദൈവം നല്ലതേ തരാവൂ എന്ന് നിർബന്ധമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ദൈവം എനിക്ക് നല്ലതേ തരാവുള്ളൂ. അങ്ങനെയുള്ളവരൊന്ന് കരവുയർത്തി. ചീത്ത വന്നാലും കുഴപ്പമില്ലല്ലേ? ദൈവം എനിക്ക് നല്ലതേ തരാവുള്ളൂ. ഞാൻ കരവുയർത്തും. എത്ര പേര് കരവുയർത്തും? സ്തോത്രം. എൻ്റെ പ്രിയരെ, ദൈവം നല്ലതേ തരൂ. അത് നിനക്ക് ദൈവത്തെ അറിയാത്തോണ്ടാ? നന്മയല്ലാതെ ഒന്നും തമ്പുരാൻ തരുകയല്ല. അങ്ങനാണതേ തമ്പുരാൻ എന്തേലും കൊടുത്താലും നല്ലതേ കൊടുക്കാവൂ. ചത്തും ചതഞ്ഞും ഇരുന്നൊരു സ്തോത്രം. നല്ല ഐശ്വര്യമായിട്ട് മാന്യമായൊരു സ്തോത്രം കൊടുത്തേ. തുടർമാനം അങ്ങോട്ട് പറഞ്ഞേ, നിർത്താതെ അങ്ങോട്ട് പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തങ്ങൾ തരുന്ന ദൈവത്തിന് സ്തോത്രം. വിടുതൽ ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. കരുത്ത് പകരുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാനിങ്ങനെ സ്തോത്രം പറയുന്നത് നിങ്ങൾക്ക് ദുഃഖമുണ്ടോ? ദുഃഖമുണ്ടല്ലോ? എനിക്ക് ദുഃഖമില്ല. കാരണം എൻ്റെ പണി അതാ. സുവിശേഷം കേൾക്കാത്തവനെ സുവിശേഷം കേൾപ്പിക്കുക, സൗഖ്യമാകാത്തവനെ സൗഖ്യമാക്കുക, ആരാധിപ്പിക്കാത്തവനെ ആരാധിപ്പിക്കുക, സ്തോത്രം പറയാത്തവനെ സ്തോത്രം പറയിക്കുക, സ്നാനപ്പെടാത്തവനെ സ്നാനപ്പെടുത്തുക. അതുകൊണ്ട് എല്ലാവരും ആരാധിച്ച ദൈവത്തെ. ഹല്ലേലൂയ. 30 വെള്ളിക്കാശിന് നിങ്ങളെ വിൽക്കുന്ന യൂദാമാരോട് നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. നീ വിറ്റാലും
ഞാൻ പുറത്തു വരും. പക്ഷെ വിൽക്കുന്ന നീ സ്നേഹിത ഒരു ചുംബനം കൊണ്ടോ? ഇവിടെയും നാഥൻ ഉറയ്ക്കാൻ പറ്റുന്നത് ഒരു കാര്യം തമ്പുരാൻ പറയുന്നു, പിതാവേ, അങ്ങ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. എൻ്റെ കൂടെ നടന്ന യൂദ എന്നെ വിറ്റു, പത്രോസ് എന്നെ തള്ളിപ്പറയും, യോഹന്നാൻ അകന്നു പോകും. പക്ഷെ എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന സമാധാനം എന്നോടൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്, പിതാവേ, അങ്ങ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. കാലിത്തൊഴുത്തിൽ വ്യാപരിച്ച സമാധാനം ഇവൻ്റെ പിന്നാലെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയരെ നന്ദി പറയേണ്ടത്. നിന്റെ ബന്ധുക്കൾ നിന്നെ തള്ളി, നിന്റെ കുടുംബം നിന്നെ തള്ളി, നിന്റെ സ്നേഹിതർ നിന്നെ തള്ളി, നിന്റെ മാതാവ് നിന്നെ തള്ളി, നിന്റെ പിതാവ് നിന്നെ തള്ളി, നിന്റെ സഹോദരങ്ങൾ നിന്നെ തള്ളി, എന്തിന് നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ചു. പക്ഷേ ആമേൻ, ഇന്ന് പകൽ പറ, പിതാവേ, അങ്ങനെ ഏകനായി വിട്ടിട്ടില്ല. ഹല്ലേലൂയ. വിവാഹ ജീവിതം തകർന്ന തരിപ്പണമായി ആമേൻ ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രിയരെ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് അത് കൂട്ടി വിളക്കുവാൻ ശക്തനെന്ന് നീ അറിയേ. പിറവിയിൽ, തെരഞ്ഞെടുപ്പിൽ അടുത്തതാ നാം കാണുന്നത്, 3 വട്ടം ഒരുവൻ വിളിച്ചു പറയുക, ഞാൻ അവനെ അറിയുന്നില്ല, ഞാൻ അവനെ അറിയുന്നില്ല, ഞാൻ അവനെ അറിയുന്നില്ല. 3 വട്ടം തള്ളിപ്പറഞ്ഞ് പത്രോസ് പുറത്തേക്ക് പോകുമ്പോ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന യേശുവിനെ കുറിച്ച് വചനം പറയുന്നു, അവൻ തിരിഞ്ഞ് പത്രോസിനെ നോക്കി. ഇത്രയും നാൾ ഞാൻ നിന്നോട് കാണിച്ച സ്നേഹം ഓർക്കാതെ നീ എന്നെ തള്ളി പറഞ്ഞില്ലേടാ നല്ല പത്രോസേ, ഇപ്പോഴെങ്കിലും ഒന്ന് മടങ്ങി വന്നാൽ നിനക്കൊരു വലിയ പദവിയുണ്ട്. നീ ചെയ്യാൻ ഉറച്ചത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് യൂദ പുറത്തിറങ്ങുന്നതിനെ കുറിച്ച് വചനം പറയുന്നു. അവൻ പുറത്തിറങ്ങി, അപ്പോൾ ഇരുട്ടായിരുന്നു. പടിപ്പുരവാതിൽ കടന്ന് തള്ളിപ്പറയുന്ന പത്രോസ് പുറത്തിറങ്ങുമ്പോ തമ്പുരാന്റെ നോട്ടം, പത്രോസേ, ഒന്ന് തിരിയാമോ? യൂദയെ പോലെ നിന്നെ വിടാൻ എനിക്കിഷ്ടമില്ല. അവന് കിട്ടിയ അവസരങ്ങളെല്ലാം അവൻ പാഴാക്കി. എന്നാൽ നിനക്ക് ഒത്തിരി അവസരങ്ങളില്ല. നിന്നെ ഞാൻ ഈ നോക്കുന്ന നോട്ടത്തിലെങ്കിലും അത് തിരിച്ചറിയാമോ? ആമേൻ. ഈ നോക്കാൻ കഴിഞ്ഞത് തമ്പുരാൻ പറഞ്ഞ എൻ്റെ മേൽ വ്യാപരിക്കുന്ന സമാധാനം. ലോകത്തിൽ ഒരുത്തന് പോലും പറയാൻ പറ്റുകയില്ല യേശു പക്ഷപാതമുള്ളവനാണെന്ന്. അതുകൊണ്ട് ആ പണസഞ്ചി യൂദയ്ക്ക് കൊടുത്തു. ഇത് മാറ്റി യോഹന്നാന് കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും പാടിക്കൊണ്ട് നടന്നേനെ യേശുവിന് പക്ഷപാതം ഉണ്ടെന്ന്. ആമേൻ. 3 വട്ടം തന്നെ തള്ളിപ്പറഞ്ഞു. കുലുക്കയില്ല ഈ തമ്പുരാന്. കാരണം തമ്പുരാൻ അറിയാം, നീ 3 വട്ടം തള്ളിപ്പറഞ്ഞാലും ആമേൻ, ഞാൻ തകരുകയില്ല. ഞാൻ 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ് വരും, നിന്നെയും ഞാൻ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത്, ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ പതിര് പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചിട്ടുണ്ട്. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരുന്നാൽ, നിന്റെ അകത്ത് ആ ചെറിയൊരു കൊളുത്ത് മാത്രം ഇട്ടിരുന്നാൽ ഞാൻ നിന്നെ പൊക്കിക്കോളാം. നീ തള്ളിപ്പറഞ്ഞ എനിക്ക് പ്രശ്നമല്ല, പോട്ടെ, അതിനെ മായ്ക്കാൻ ഞാൻ വിശ്വസ്തന. പക്ഷേ അകത്തൊരു ചെറിയ കൊളുത്ത് കിടപ്പുണ്ടോ, ഞാൻ നിന്നെ പൊക്കിക്കോളാം. ഇന്ന് പകൽ എല്ലാം ഉടഞ്ഞു, പക്ഷെ ഒരു കൊളുത്തകത്ത് കിടപ്പുണ്ടോ, നിന്നെ തമ്പുരാൻ പൊക്കും.
ഒരു ചെറുത്. എങ്ങനെ യേശു ജയിച്ചേ? സമാധാനം. അത് കഴിഞ്ഞ് തമ്പുരാനെയും ശിഷ്യന്മാരെ നോക്കിക്കേ. ഇവരെല്ലാം പടകിനകത്ത് പോകാം. പടക, ഒരേ പടക, ഇത് ഒറ്റ പടക. അരുമനാഥനും ശിഷ്യന്മാരും. കാറ്റടിച്ചു, തിരയടിച്ചു, പടകുലഞ്ഞു. രണ്ടു തര പ്രതികരണം. അമരത്തിരുന്നവൻ ഉറങ്ങി, നടുക്കിരുന്നവൻ നിലവിളിച്ചു. ഒരേ പ്രതികൂലം അനുഭവിക്കുമ്പോഴും രണ്ട് പ്രതികരണം അതിനകത്ത്. ഒരുത്തൻ സുഖമുറക്കം, ഇപ്പുറത്ത് നിൽക്കുന്നവൻ വിളിച്ചു പറഞ്ഞു, നാഥ, നമ്മൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നല്ല, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഈ പ്രതികൂലം അടിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നറിയാം, ലോകത്തിന്റെ സമാധാനമുള്ള ഞങ്ങളെ പ്രതികൂലം ഉടച്ചു കളയും. എന്നാൽ ദൈവിക സമാധാനമുള്ള നീ നശിച്ചു പോകത്തില്ല നാഥ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നേക്കാൾ കൂടുതൽ കൊല്ലംകാർക്ക് പടകിന്റെ കാര്യം അറിയാമല്ലോ. അണിയാണോ അമരമാണോ ഏറ്റവും അപകട സാധ്യതയുള്ള സ്ഥലം? അമരല്ലേ? അപകട സാധ്യത കൂടുതലുള്ള എവിടാ? ശിഷ്യന്മാരെ എവിടെ നിർത്തിയേ? ശിഷ്യന്മാരെ അണിയത്ത് കൊണ്ടിരുത്തിയിട്ട് തമ്പുരാൻ അമരത്ത് കിടന്നുറങ്ങിയതാണോ? പിന്നെ അമരത്തിരുന്നവൻ ഉറങ്ങി, നടുക്കിരുന്നവൻ നിലവിളിച്ചു. സുരക്ഷിതമെന്ന് അവനേക്കാൾ കൂടുതൽ തോന്നുന്ന സ്ഥാനത്തിരിക്കുന്നവൻ നിലവിളിക്കുമ്പോൾ അപകട സാധ്യത കൂടുതലുള്ളവൻ സുഖമായി ഉറങ്ങുകയാണ്. തമ്പുരാൻ ഒറ്റ കാര്യമേ പറയത്തുള്ളൂ, ഈ പ്രതികൂലത്തിന്റെ നടുവിലും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞത്, ആമേൻ, ഞാൻ തകരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാഗ്ദത്തം തകരുന്നു എന്നതാ. ദൈവത്തിന്റെ വാഗ്ദത്തം തകരുന്നില്ലെങ്കിൽ വാഗ്ദത്തമുള്ള ഞാനും തകരത്തില്ലെന്ന് ഉറപ്പുള്ളവൻ പ്രതികൂലത്തിന്റെ മടിത്തട്ടിൽ ഉറങ്ങും. ഉറങ്ങുന്നതിന്റെ രഹസ്യം എന്താ? ഉറങ്ങുന്നതിന്റെ രഹസ്യം, ജൈറോസിന്റെ വീട്ടിൽ ചെന്നപ്പോഴും മരിച്ച കൊച്ചിനെ നോക്കി തമ്പുരാൻ പറഞ്ഞു, ഈ കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. ഇവിടെയും ദേണ്ടേ പടകിന്റെ അമരത്തിരിക്കുന്ന കിടക്കുന്ന തമ്പുരാൻ പറയുന്നു, ഞാൻ വിശ്രമിക്കുന്നതല്ല. എന്തുവാ ഈ ഉറങ്ങുന്നത് കൊണ്ടുള്ള നേട്ടം? കാലത്ത് ഇല്ല എന്ന് പറയാൻ സാധ്യതയുള്ള സംഗതിയുടെ മറുപടി കൂടെ നീ പോലും അറിയാതെ ആദമേ നിന്റെ അകത്തൊളിപ്പിച്ചു വച്ച സ്നേഹമാ ആ ദൈവം. പക്ഷെ ഇവിടെ തമ്പുരാൻ പറഞ്ഞു, ഉറങ്ങിക്കേ, പരാതി പറച്ചിൽ നിർത്തിക്കേ, ഇല്ല എന്ന് പറയുന്നത് കേൾക്കാനുള്ള കരുത്തെനിക്കില്ല. ആമേൻ. ഏദന്റെ നടുവിൽ യഹോവ നീട്ടിവച്ച കാലിലേക്ക് ആദമെന്ന് പറയുന്ന തൻ്റെ മകൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആദം ഒരു കാര്യം കാണുന്നു, ദേണ്ട നിൽക്കുന്നു, ഇല്ല എന്ന്
ഉറക്കമില്ല അച്ചായന്. ആമേൻ. ഞങ്ങൾ ഇന്നലെ ഉറങ്ങാത്ത ഒത്തിരി പുള്ളികളുണ്ട് ഇതിനകത്ത്. സമാധാനം ഇല്ല ഞോണ്ടല്ല, ഇവിടെ ഒരു മീറ്റിംഗ് ആണ്, ദേ ഇരിക്കുന്നു. സ്തോത്രം. പ്രതികൂലത്തിന്റെ മടിത്തട്ടിൽ തലയണ വെക്കണമെങ്കിൽ സമാധാനം വ്യാപരിക്കണം. പ്രതികൂലത്തിന്റെ മടിത്തട്ടിലേക്ക് തലയണ വെച്ചുറങ്ങുന്നവൻ ഉറങ്ങി എഴുന്നേൽക്കുന്നത് ദൈവിക അധികാരത്തോടെയായിരിക്കും. അവൻ എഴുന്നേറ്റ് വിളിച്ചു പറയുന്നു, കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാക. ദൈവിക അധികാരം നിന്റെ മേൽ വ്യാപരിക്കണമോ, നിന്നിൽ ദൈവിക സമാധാനം വ്യാപരിക്കണം. തമ്പുരാൻ പറഞ്ഞടാ, ഞാൻ ഉറങ്ങുന്നവൻ ചില്ലറക്കാരനല്ല. ആഴിയെ കാലുകൊണ്ട് ചവിട്ടി മെതിച്ച് നടക്കാൻ കരുത്തുള്ളവനായി കിടക്കുന്നത്. വാഗ്ദത്തത്തിന്റെ കരുത്തെന്ന് പറയുന്നത് പ്രതികൂലത്തെ ചവിട്ടാനുള്ള കരുത്ത. അത് ഒരിക്കൽ ഇവനോട് പറഞ്ഞു കൊടുത്തു തമ്പുരാൻ. കാറ്റെതിരായപ്പോഴും കടലെതിരായപ്പോഴും പടകുലഞ്ഞപ്പോഴും സമാധാനം ഇല്ലാതെ നിന്ന പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, കാറ്റിനെയും കടലിനെയും പടകിനെയും ഞാൻ നേരെയാക്കാം, നീ നടക്കുന്നല്ല, ഇതെല്ലാം എതിരാ, പക്ഷേ എന്നെ നോക്കാമോ? ആ പ്രതികൂലത്തെ ചവിട്ടിഞ്ഞു പോരെ. പടകിനകത്ത് നിന്നവന് സ്വസ്ഥതയില്ല. വാഗ്ദത്തത്തിൽ വിശ്വസിച്ചവൻ ആ പടകിനെ ചവിട്ടിക്കളഞ്ഞിട്ട് ആ പ്രതികൂലത്തെ ചവിട്ടിയിറങ്ങി. ദൈവിക അധികാരം എന്ന് പറയുന്നത് ഇന്ന് പകലും ഒരു പ്രവചനത്താൽ ഉറപ്പാക്കേണ്ടതല്ല. വാഗ്ദത്തത്തിന്റെ സന്തതിയാ നീ എന്ന് ഇന്ന് പകൽ നീ ഉറയ്ക്കണം. കൊല്ലം പട്ടണത്തിൽ ആളില്ലാഞ്ഞിട്ടല്ല, ഞാനും നീയും വാഗ്ദത്തമുള്ള തലമുറയായി പോയത് കൊണ്ട് ഈ പ്രതികൂലത്തിൽ നിന്നെ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അവനാ എഴുന്നേറ്റ് പറഞ്ഞത്, കാറ്റേ, ഇതാർക്കുള്ള ദൂതാരെന്നറിയാവോ? ലോകത്തിന്റെ പ്രഭുവേ, കാറ്റടിപ്പിച്ചിട്ട കാറ്റിനകത്ത് ഞാൻ തകരുമെന്നാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ ഒരു കാര്യവുമില്ല. തിരകളുടെ ചലനത്താൽ വാഗ്ദത്തമുള്ള എന്നെ തകർക്കുമെന്നാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ ഒരു കാര്യവുമില്ല. ആമേൻ. ലോകത്തിന്റെ പ്രഭുവിന് എന്നിൽ ഒരു കാര്യവുമില്ല. ഇന്ന് നിന്റെ രോഗത്തെ നിനക്ക് ശാസിക്കാൻ കഴിയണമെങ്കിൽ, ഇന്ന് നിന്റെ പ്രതിസന്ധിയെ നിനക്ക് ശാസിക്കാൻ കഴിയണമെങ്കിൽ, ഇന്ന് നിന്റെ പ്രതികൂലത്തെ നിനക്ക് ശാസിക്കാൻ കഴിയണമെങ്കിൽ നിന്റെ മേൽ ദൈവിക സമാധാനം വ്യാപരിക്കണം. അന്ന് കിട്ടിയതാ പത്രോസിനിത്. പ്രൈസ് ദി ലോർഡ്. ഈ വെളിപ്പാടേ കിട്ടിയുള്ളൂ, സമാധാനം കിട്ടിയില്ല. നോക്കിയേ, അരമനയുടെ മുറ്റത്തിരുന്ന പരിചാരിക ചോദിച്ചു, നീ അവനോട് കൂടെ ഇരുന്നവനല്ലേ? സമാധാനം ഇല്ലാത്ത ഇവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നില്ല. എന്നാൽ സമാധാനമുള്ളവൻ അകത്ത് നിൽക്കുന്നു. അധികാരമുള്ള പീലാത്തോസ് വിളിച്ചു ചോദിക്കുന്നു, നീ ദൈവപുത്രനാന്ന് പറയുന്ന സത്യമാണോ? തിരുമേനി, എനിക്ക് അറിയത്തില്ലെന്നല്ല പറഞ്ഞത്, നിന്റെ ചോദ്യത്തിന്റെ മറുപടി നീ പറഞ്ഞു കഴിഞ്ഞു. ലോകത്തിന്റെ സമാധാനമുള്ളവൻ പുറത്തു വേലക്കാരത്തിന് മുമ്പിൽ വിറയ്ക്കുകയാ. ദൈവിക സമാധാനമുള്ളവൻ അകത്ത് പീലാത്തോസിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു, അവൻ എൻ്റെ അപ്പൻ തരാത്ത ഒരധികാരവും നിന്റെ മേലില്ല. ഞാൻ ദൈവപുത്രനാണ്, എന്നെ കൊണ്ട് നീ പറയിക്കണ്ട. അങ്ങനെ പറയിക്കാനല്ല ഞാൻ വന്നത്. ഞാൻ ദൈവപുത്രനാണ് ജനത്തെ കൊണ്ട് പറയിക്കാൻ വന്നതാ. അതുകൊണ്ടാ നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാത്തത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവനല്ല. അധികാരത്തിന്റെ ലക്ഷണമെന്ന് പറയുന്നത് കാണുന്നവനെ കൊണ്ട് പറയിക്കുന്നതാ. അതുകൊണ്ടാ പീലാത്തോസേ നിനക്കിത് എന്നോട് പറയേണ്ടി വന്നത്. ആമേൻ. ഇന്ന് പകൽ നിന്റെ അധികാരത്തെ നീ ഒന്ന് തിരിച്ചറിയ. അത് നീ പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഒന്നും തമ്പുരാൻ പറഞ്ഞു, ഞാൻ 3-ാം ദിനം പുറത്തു പോരും. ഇന്ന് ഞാനൊരു കാര്യം പറയാം. അന്ന് അവനെ ബന്ധിക്കാൻ കഴിഞ്ഞു. പക്ഷെ സമാധാനമുള്ളവൻ മഹത്വത്തിൽ കയറിയപ്പോ
ഇന്ന് പീലാത്തോസ് അല്ല, അവൻ്റെ 5 തലമുറയ്ക്ക് മുകളിലുള്ളവൻ്റെ വല്യപ്പൂപ്പം പീലാത്തോസ് വിചാരിച്ചാലും യേശുവിൻ്റെ ഒരു പ്രവൃത്തിയും തടയാൻ കഴിയത്തില്ല. ആ ഗ്ലോറിയുടെ മണ്ഡലത്തിൽ നീ കയറി വരണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഹെരോദാവിനോട് പറഞ്ഞത്, തിരുമേനി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊരു 3 ദിവസത്തെ മീറ്റിംഗ് കൊണ്ട് നിർത്തിയേക്കാം, വലിയ ഭൂതങ്ങളെ ഒന്നും ഇത്തവണ പുറത്താക്കത്തില്ല, ജസ്റ്റ് സുവിശേഷം പറഞ്ഞ് നിർത്തത്തേ ഉള്ളൂ. ആമേൻ. 3 ദിവസം ഞാൻ പ്ലാൻ ചെയ്തേ, പക്ഷെ 2-ാം ദിവസം ആമേൻ പറഞ്ഞേക്കാം. ദൈവിക സമാധാനമുള്ളവൻ ഒറ്റ കാര്യം പറഞ്ഞു, കുറുക്കനോട് പോയി പറഞ്ഞേരേ. തിരുമേനിയോട് പോയി പറയണമെന്നല്ല, പിന്നെ നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി, പുള്ളിയോട് പറയണ്ടെന്നല്ല. നിനക്കൊരു പോരാട്ടത്തെ ശാസിക്കാൻ പേടിയാ. സ്തോത്രം. ഇവിടുത്തെ ആരാധന എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഇട സൈഡിൽ ഒരു വ്യാപാര കേന്ദ്രം, ഒരു സ്തോത്രം പറഞ്ഞ് നേരെ ഇറങ്ങി വലത്തു സൈഡിലൂടെ ഒരു പോക്ക്. ഇങ്ങനെ പോകുമ്പോൾ വലത്തു സൈഡിൽ ഒരു വ്യാപാര കേന്ദ്രം, അവിടെ നിന്നൊരു സ്തോത്രം, നേരെ ഇടത്തിറങ്ങി ഒരു പോക്ക്. എന്താ കാര്യം? പോരാട്ടം അടിക്കണ്ട. ഇപ്പം തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയും ശാസിച്ചതിൻ്റെ പേരിൽ ഇനി ഒരു പോരാട്ടം കൂടെ വേണ്ട. നീ ശാസിക്കുന്ന ഒരു സ്വരം കേൾക്കാനിരിക്കുന്നവനാ ദൈവം. കുറുക്കനോട് പോയി പറഞ്ഞേരെ. ഇന്നും നാളെയും മറ്റന്നാളും പ്രസംഗിച്ചു നിർത്താന്നല്ല, രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി മറ്റന്നാൾ ഞാൻ തീരുമാനിച്ച സമയത്ത് ഇതിനാമേൻ പറയും. അത് നിന്റെ ഭൂമിയാന്ന് ചിന്തിച്ചാ നീ പറയുന്നതെങ്കിൽ ഹെരോദാവേ, ആമേൻ, നീ അറിഞ്ഞോ, നിന്റെ കൊട്ടാര ഇരിക്കുന്നത് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് ഞാൻ ഉണ്ടാക്കിയ ഭൂമിക്കകത്ത. എത്ര ഉന്നത പദവിയാ! മൗനമായിരിക്കാൻ തോന്നില്ലേ? ഒന്നും അനങ്ങാതെ കേട്ടോണ്ടിരിക്കാൻ തോന്നില്ലേ? അതൊക്കെ ഇതെല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കാൻ തോന്നുന്നില്ലേ? ശക്തമായ അഭിഷേകം ഉള്ളതുകൊണ്ട് നമുക്ക് തോന്നുന്നില്ലേ ഒന്നും മിണ്ടാതിരിക്കാൻ? ഓ, അത്രയും പദവി ഉണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള പദവി ഉള്ളവനാ യേശു അല്ലേ? ആ, കൊള്ളാം. അതോ ഒരു ഹല്ലേലൂയ പറയാൻ തോന്നുന്നുണ്ടോ?